पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशं मनिशं हृदि भावयामि. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 68ാമത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. കലിത കൗതുകോ രാസഖേലനെ. രാസഖേലനെ കലിത കൗതുക. രാസക്രീഡ ചെയ്യാൻ താല്പര്യമുള്ളവനായ ഗുരുവായൂരപ്പ എന്റെ രോഗം മാറ്റി തരണമേ എന്നാണ് പറഞ്ഞത്. ഈ 69ാമത്തെ ദശകത്തിൽ രാസക്രീഡയെയാണ് വർണ്ണിക്കുന്നത്. അതിൽ പറയാണ്, ഭഗവാൻ എന്ത് ചെയ്തു? അന്യോന്യം കൈകൾ കോർത്തു പിടിച്ച് സ്ത്രീരത്നങ്ങളോടുകൂടി നൃത്തം വയ്ക്കാൻ ആരംഭിച്ചു. രാസനൃത്തമാണ് ചെയ്തത്. രാസമണ്ഡലത്തില് ദുന്ദുബി മുഴക്കം ഉണ്ടായി. ഗന്ധർവ പ്രമുഖന്മാരെല്ലാവരും മുകളിൽ വന്ന് നിന്ന്, ആകാശത്തിൽ വന്ന് നിന്ന് അവർ കീർത്തനങ്ങളൊക്കെ പാടി. ഗോപികളുടെ കൈവളകളും കാൽച്ചിലമ്പുകളും ഒക്കെ ഇളകി മറിഞ്ഞു. അതുപോലെ തന്നെ ഏതുപോലെ സ്വർണമണികൾക്കിടയിൽ പച്ചക്കല്ല് രത്നം എങ്ങനെ ശോഭിക്കുമോ അതുപോലെ ഭഗവാൻ ശോഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. കാൽ വയ്പ്പുകള്, കൈ ചലനങ്ങള് എല്ലാം തന്നെ വളരെ മനോഹരമായിരുന്നു എന്നാണ് ഭാഗവതം വർണ്ണിച്ചത്. അതുപോലെ തന്നെ വസ്ത്രം പോലും ഇളകിപ്പോയി. കവിളിൽ തട്ടി വരുന്ന കർണഭൂഷണങ്ങളോട് കൂടിയവരായിരുന്നു. അരഞ്ഞാണൊക്കെ ഇഴിഞ്ഞുപോയി എന്നൊക്കെയാണ്. ഏതായാലും ഒരുവൾ എന്ത് ചെയ്തു? ഭഗവാന്റെ തോളത്ത് തന്റെ തല വെച്ച് വിശ്രമിച്ചു. മറ്റൊരുവൾ ഭഗവാന്റെ കൈകളെ തന്റെ കൈകളെടുത്ത് ചുംബിച്ചു. വേറൊരുവൾ പുങ്കചർവിതം ആ താമ്പൂലത്തിനെ തന്റെ വക്രത്തിൽ ഏറ്റുപോയി. അതാണ് പറഞ്ഞത്. ഗോപികളുടെ മുടിക്കെട്ടിലും മറ്റും അണിഞ്ഞിരുന്നതായ പൂക്കളൊക്കെ താഴ്ത്തുപോയി. ഗോപികമാരാൽ ആവൃതനായ ശ്രീകൃഷ്ണൻ എങ്ങനെ കളിച്ചു എന്നാ പറഞ്ഞത്? നിഴല് പോലെ പ്രതിബിംബവുമായിട്ട് കുട്ടി എങ്ങനെ നിഴലുമായിട്ട് കളിക്കുമോ അതുപോലെ കളിച്ചു എന്നാണ് ഭാഗവതം. ഏതായാലും ഒറ്റ ഗോപികൾക്ക് ഓരോരോ കൃഷ്ണനായിട്ടാണ് അവിടെ വന്നത്. എല്ലാവരും ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തി. അങ്ങനെ അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ ആ ക്രീഡയൊക്കെ നടത്തി കഴിഞ്ഞ് എല്ലാവരും യമുനാജലത്തിൽ അങ്ങോട്ട് മുങ്ങി. യമുനാജലത്തിൽ മുങ്ങി കുറച്ചു നേരം യമുനാജലത്തിൽ കളിച്ചു അത്രേ. അതിനുശേഷം പുറത്തേക്ക് വന്ന് മന്ദമരുതന്റെ കാറ്റുമേറ്റു നടന്നു എന്നൊക്കെ ഭാഗവതത്തിൽ വർണ്ണിച്ചതിനെ അതിമനോഹരമായ രീതിയിലാണ് നാരായണ ഭട്ടതിരിപ്പാട് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. കാര്യം രാസക്രീഡാ വർണ്ണനം ഭാഗവതത്തിലെ ദശമത്തിലെ 40 ശ്ലോകങ്ങളിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. 33ാമത്തെ ദശകത്തിൽ 33ാമത്തെ അധ്യായത്തിൽ. അതിനെ ഇവിടെ 69ാമത്തെ ദശകത്തിലായി ചുരുക്കിയിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അതിലെ ഏറ്റവും രസം എന്താ വെച്ചാൽ കുസുമഞ്ജരി എന്ന വൃത്തമാണ്. കുസുമഞ്ജരി വൃത്തം സാധാരണ പ്രകൃതി വർണ്ണനത്തിന് ഉപയോഗിക്കും, ഇല്ലെങ്കിൽ ശൃംഗാരരസപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ. അതുമില്ലെങ്കിൽ താളമേളങ്ങളോടുകൂടിയുള്ള നൃത്തച്ചുവടുകൾ പറയുമ്പോഴും ഈ കുസുമഞ്ജരി വൃത്തമാണ് ഉപയോഗിക്കുക. അതിലെ സംസ്കൃതത്തിലെ ആ കുസുമഞ്ജരി വൃത്തത്തിന്റെ ലക്ഷണം കണ്ടില്ല. മലയാളത്തിലുണ്ട്. അത് പറയാം. എന്താണ്? രം നരം നര നരം നിരന്നു വരുമെങ്കിലോ കുസുമഞ്ജരി എന്നാണ്. എന്തൊക്കെയാണ്? രഗണം, നഗണം, രഗണം, പിന്നെ നഗണം, രഗണം, നഗണം, രഗണം. അങ്ങനെ 7 ഗണങ്ങള്. അപ്പൊ 7 3 21 അക്ഷരങ്ങൾ. അത് നിരന്നു വരും. അതാണ് കുസുമമഞ്ജരി എന്ന വൃത്തം. അപ്പൊ കുസുമമഞ്ജരിയില് 21 അക്ഷരങ്ങളാണുള്ളത്. അത് രഗണ, നഗണ, രഗണ, നഗണ, രഗണ, നഗണ, രഗണ, അങ്ങനെ വേണം വരാൻ. അതുകൊണ്ട് രം നരം നര നരം നിരന്നു വരുമെങ്കിലോ കുസുമമഞ്ജരി എന്ന അതിന്റെ വൃത്തം പറഞ്ഞു. ആ കുസുമമഞ്ജരി വൃത്തത്തിലുള്ള ശ്ലോകം 21 അക്ഷരമുണ്ട്. നമ്മൾ ശ്രദ്ധര 21 പഠിച്ചത്. പക്ഷെ ശ്രദ്ധരയുടെ മെട്ടല്ല ഇതിനൊരു ലയമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നൃത്തച്ചുവടുകൾ വെക്കാൻ
പ്രകൃതി വർണ്ണനയ്ക്ക് അല്ലെങ്കിൽ ശൃംഗാരരസത്തിലുള്ള കവിതകൾക്കൊക്കെ ഉപയോഗിക്കുന്ന വൃത്തമാണ് കുസുമമഞ്ജരി. ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു നോക്കൂ. കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ജലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതമംഗരാഗ ഘനസൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദഞ്ജതം സുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. കേശപാശധൃത പിഞ്ചികാ വിദതി സഞ്ജലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതചേലധൃത കാഞ്ചികാഞ്ചിതമുദഞ്ജതം സുമണിനൂപുരം. അഞ്ചിതം എന്ന് പറയാവാട്ടോ. എന്നിട്ട് ഉദഞ്ജതംശു മണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപം ഈശ കലയാമഹേ. എല്ലാ അന്മയും വളരെ എളുപ്പം. ഇതില് പറയണേ ഹേ ഈശ, അല്ലയോ ഗുരുവായൂരപ്പ, തേ രൂപം കലയാമഹേ, അങ്ങയുടെ ഈ രൂപത്തെ നമുക്ക് ധ്യാനിക്കാം, ധ്യാനിച്ചുകൊള്ളുന്നു എന്ന നമ്മൾ ധ്യാനിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയണം. എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ രൂപം? രാസകേളി പരിഭൂഷിതം. ഭഗവാന്റെ രൂപം എങ്ങനെയായിരുന്നു? രാസകേളി പരിഭൂഷിതം. രാസകേളിക്ക് വേണ്ടി പരിഭൂഷിതമാ, സർവാലങ്കാര ഭൂഷിതനായിട്ടാണ് വന്നിട്ടുള്ളത്. രാസക്രീഡയ്ക്ക് പറ്റുന്ന തരത്തിൽ മനോഹരമായ രൂപത്തെ ധരിച്ചു വന്നിരിക്കുന്ന ഭഗവാനെ, ആ ഭഗവാന്റെ രൂപത്തിനെ വയം കലയാമഹേ, നമുക്ക് ധ്യാനിക്കാം. എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യം തന്നെ കേശപാശധൃത പിഞ്ചികാ വിദതി. കേശം തലമുടി, പാശം എന്നുള്ള അർത്ഥത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രശസ്തമായ അർത്ഥത്തിലും നികൃഷ്ടാർത്ഥത്തിലും ഒക്കെ ഉപയോഗിക്കും പാശം. പാശം എന്നുള്ളത് മോശമായിട്ട് അഭിപ്രായത്തിലും പറയും, ഉത്തമം എന്നുള്ള അർത്ഥത്തിലും പറയും, കയറ് എന്നുള്ള അർത്ഥത്തിലും പറയും, ദണ്ഡനം എന്നുള്ള അർത്ഥത്തിലും പറയും. ഇവിടെ പാശം പ്രശസ്തി പറയാണ്. കേശപാശം, ഭഗവാന്റെ ആ തിരുമുടി ഉണ്ടല്ലോ, വളരെ മനോഹരമാണ്. ആ മുടിയെ പറ്റി വർണ്ണിക്കാത്തതായിട്ടുള്ള ഒരു ശ്ലോകവുമില്ല അല്ലെ. നല്ല ഭംഗിയുള്ള നീലമേഘ കാന്തി പോലെ കറുത്ത മിനുമിനുത്തതായ തലമുടി, ആ കേശപാശം, ആ മനോഹരമായിട്ടുള്ള ആ വാർമുടി എന്നൊക്കെ പറയില്ലേ, അഴകായിട്ടുള്ള മുടി, കാർമേഘത്തെ പോലുള്ള മുടിയായതുകൊണ്ടാണ് വാർമുടി എന്ന് പറയുന്നത്. മഴവെള്ളം ധരിച്ചു നിൽക്കുന്ന മേഘത്തെ പോലുള്ള കറുത്ത ഇരുണ്ട മുടി, ആ മുടിയില് ധൃതം ധരിക്കപ്പെട്ടത്. എന്താണ് ധരിക്കപ്പെട്ടത്? പിഞ്ചിക വിദതി. പിഞ്ചിക, പിഞ്ചിക എന്ന് പറഞ്ഞാല് മയിൽപീലി, കണ്ണുള്ള മയിൽപീലിയില്ലേ, ആ മയിൽപീലി അതെങ്ങനെ വിദതി, കുത്തി കുത്തി നിർത്തിയിരിക്കുക. തലമുടിയില് മയിൽപീലി ചൂടിയിട്ടുള്ളവൻ, മയിൽപീലി ചൂടിയിട്ടുള്ളതായ ഭഗവാന്റെ രൂപത്തിനെ കലയാമഹേ. അടുത്തത് പറഞ്ഞു സഞ്ചലൻ മകരകുണ്ടലം. സഞ്ചലൻ, ചലിച്ചോണ്ടിരിക്കുക, ഇളകിക്കൊണ്ടിരിക്കുക. എന്താണ് ഇളകിക്കൊണ്ടിരിക്കുന്നത്? മകരകുണ്ടലം, മകരാകൃതിയിലുള്ള കുണ്ടലം. മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണമാണ് ഭഗവാൻ ധരിച്ചിട്ടുള്ളത്. ആ മകരകുണ്ടലങ്ങൾ കാതിലിങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കുന്നു. സഞ്ചലൻ മകരകുണ്ടലം, ചലിക്കുന്ന മകരകുണ്ടലങ്ങളോട് കൂടിയതുമായ രൂപം കലയാമഹേ. രൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പിന്നെ എങ്ങനെയുള്ളതുണ്ട്? ഹാരജാല വനമാലിക ലളിതം. ഹാരം എന്ന് പറഞ്ഞാൽ മുത്തുമാലകൾ, ഹാരജാലം എന്ന് പറഞ്ഞാൽ മുത്തുമാലകളുടെ കൂട്ടം. നരനരയായിട്ട് കുറെ മുത്തുമാലകൾ ധരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം വനമാല, എല്ലാ പൂക്കളും, വനമാല എന്താണെന്ന് മുൻപേ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വനമാലയും ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലളിതം, മനോഹരമായിരിക്കുന്നു, അത്യന്ത സുന്ദരമായിരിക്കുന്നു തേരൂപം. അങ്ങനെയുള്ള ഈശ തേരൂപം കലയാമഹേ. അങ്ങനെയുള്ള രൂപത്തിനെയാണ് ഞാൻ ധ്യാനിക്കുന്നത്, നമ്മൾ ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞു. അതായത്
മുത്തുമണിമാലകളും അതുപോലെ തന്നെ വനമാലയും ധരിച്ചിട്ടുള്ള മനോഹര രൂപത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇനി അടുത്തത് അതും പോരാ, അംഗരാഗ ഘനസൗരഭം. അംഗരാഗം, അംഗരാഗം എന്ന് പറഞ്ഞാൽ കുറിക്കൂട്ട് എന്നൊക്കെ പറയില്ലേ, കളഭവും എന്തൊക്കെയാണ് നമ്മളുടെ അങ്കേ പഞ്ചാംഗരാഗേ എന്ന് പറഞ്ഞ് നമ്മൾ അവസാനം പഠിക്കാൻ കൊണ്ട് പഞ്ചാംഗരാഗങ്ങളെ കൊണ്ട് കുങ്കുമം ഉണ്ടാവും അത്രേ. അഖില്, ചന്ദനത്തിന്റെ തന്നെ മറ്റൊരു രൂപമായ അഖില്, ഏറ്റവും മണമുള്ള കസ്തൂരി, അതുപോലെ ഗോരോചനം, സാക്ഷാത് ചന്ദനം, ഇതൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു കൂട്ട്, ഒരു ലേപനമാണ് ആ അംഗരാഗം. ആ ലേപനത്തെ ശരീരത്തിൽ അണിഞ്ഞതുകൊണ്ട് ഘനസൗരഭം, തിക്കായിട്ട് നല്ല സ്മെല്ലുണ്ടെന്ന് പറയാം, ഘനസൗരഭമാണ്. ഭഗവാന്റെ ശരീരത്തിലെ കുറിക്കൂട്ടുകളുടെ ഗന്ധം അടുത്തേക്ക് വരുമ്പോഴേക്കും ആകർഷിക്കുന്ന തരത്തിലുള്ള കനത്ത ഗന്ധത്തോട് കൂടിയതായ അങ്ങയുടെ രൂപത്തിനെ വയം കലയാമഹേ, ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇനി അടുത്തത് പറയാണ് പീതചേലധൃത. പീതചേലം, പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്നർത്ഥം, ചേലം എന്ന് വെച്ചാൽ വസ്ത്രം. പീതചേലധൃത, മഞ്ഞ പട്ടുടുത്ത് അതിൽ ധരിച്ചിരിക്കുന്ന കാഞ്ചിക, അരഞ്ഞാണം, അതിനാൽ അഞ്ചിതം മനോഹരമാണ്. അപ്പൊ എന്താണ് പീതചേലധൃത കാഞ്ചി കാഞ്ചിതം, മനസ്സിലായോ? അപ്പോ കാഞ്ചി എന്ന് പറഞ്ഞാൽ അരയിൽ അരയുന്ന അണിഞ്ഞാണം, കാഞ്ചികം, അതിന്റെ അഞ്ചിതം മനോഹരം. അങ്ങനെ മനോഹരമായ മഞ്ഞപ്പട്ട്, അതിന്റെ മീതെ ഒരു അരഞ്ഞാണം, ഇതിനാൽ ശോഭിക്കുന്നതായ തേ രൂപം കലയാമഹേ, അങ്ങയുടെ രൂപത്തിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇനി അടുത്തത് പറയാണ് ഉദഞ്ചത് അംശുമണി നൂപുരം. അതെങ്ങനെയാന്ന് വെച്ചാൽ മണിച്ചിലങ്കകൾ അണിഞ്ഞിരിക്കുകയാണ് നൂപുരം. അതെങ്ങനെയുള്ള നൂപുരമാണ്? മണിനൂപുരം, രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള പാദസരം, കാലിൽ അണിഞ്ഞിരിക്കുന്ന ചിലങ്ക. അതെങ്ങനെ? ഉദഞ്ചത് അംശു, അതിൽ നിന്നുള്ള പ്രകാശം മേലേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. മിറ്റി വെട്ടിത്തിളങ്ങുന്നൊക്കെ പറയില്ലേ നമ്മള്, അതിൽ നിന്നുള്ള പ്രകാശങ്ങൾ ഇങ്ങനെ ഉദഞ്ചത്, മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന മണിനൂപുരം, രത്നങ്ങൾ പതിച്ചതായ ആ നൂപുരത്തിനെ കാലിൽ അണിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള രൂപം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രാസകേളി പരിഭൂഷിതം. രാസകേളിക്ക് വേണ്ടിയിട്ട് താൻ തന്നെ സർവാലങ്കാരഭൂഷിതനായി വന്നുവല്ലോ. ഓരോ ഭൂഷണത്തെയും പറഞ്ഞു ഈ എല്ലാ രൂപവും കൊണ്ട് രാസകേളിക്ക് റെഡിയായിരിക്കുന്ന ആ ഭഗവാന്റെ രൂപത്തിനെ വയം, ഞങ്ങൾ കലയാമഹേ, ധ്യാനിക്കുന്നു. അപ്പൊ വാക്കുകൾക്കൊക്കെ അർത്ഥം മനസ്സിലായില്ലേ? എന്തൊക്കെയാണ്? അന്വയം പറയാൻ എളുപ്പ, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ചലൻ നഗരകുണ്ടലം ഹാരജാല വനമാലികാലളിതം അംഗരാഗ ഘനസൗരഭം പീതചേലധൃത കാഞ്ചികാഞ്ചിതം ഉദഞ്ചദംശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം ഹേ ഈശ തവ ഹി രൂപം കലയാമഹേ. അവിടെ മാത്രമേ മാറ്റുള്ളൂ. ഈശ്വര, അങ്ങയുടെ ഇങ്ങനെയുള്ള രൂപത്തിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അതായത് നല്ല മുടിക്കെട്ടില് മയിൽപീലി കണ്ണുകൾ, കണ്ണുള്ള മയിൽപീലികളെ നിർത്തിക്കുത്തിയിരിക്കുക അത്രേ. പിന്നെയോ കിടന്നാടുന്ന കർണാഭരണങ്ങള്, അത് മകരകുണ്ടലങ്ങളാണ്, മകരാകൃതിയിലുള്ള കുണ്ടലങ്ങള്. കഴുത്തില് പലതരം മുത്തുമാലകളുമുണ്ട്, വനമാലയുമുണ്ട്, അതുകൊണ്ട് തന്നെ ശോഭിച്ചു നിൽക്കുന്നു. നല്ല കുറിക്കൂട്ടിന്റെ ഘനസൗരഭം, നല്ല തിക്കായിട്ടുള്ള മണം പരത്തുന്നതാണ് അങ്ങയുടെ ശരീരം. പോരാ, പീതചേലധൃത കാഞ്ചിതം, മഞ്ഞപ്പട്ടിന്മേൽ അരഞ്ഞാണം ചാർത്തിയത് കൊണ്ട് മനോഹരമായി നിൽക്കുന്നു. ഉദഞ്ചത് അംശുമണിനൂപുരം, ആ പ്രകാശപിഞ്ചങ്ങളെ മേലോക്കി വരുന്ന മണിച്ചിലങ്കകൾ കാലിൽ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാസകേളി പരിഭൂഷിതം, രാസകേളിക്ക് ഒരുങ്ങി നിൽക്കുന്ന, സർവാലങ്കാരഭൂഷിതനായി നിൽക്കുന്ന ഹേ ഈശ്വര തവ ഹി രൂപം കലയാമഹേ, അങ്ങയുടെ ഈ രൂപത്തെ ഞാൻ തന്നെയാണ്, ഞങ്ങളാണ് കലയാമഹേ, ധ്യാനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പറയാണ്, മനോഹരമായ തലമുടിക്കെട്ട്, അതിൽ കുത്തിവെച്ചിട്ടുള്ളതായ മയിൽപീലികള്, കാതില് കിടന്നാടുന്ന കുണ്ടലങ്ങള്, കഴുത്തില് മുത്തുമണിമാലകളും വനമാലയും ധരിച്ചിട്ടുണ്ട്. ശരീരത്തിൽ അംഗരാഗം കൊണ്ട് അടുത്തു വരുമ്പോഴും അകലെ പോലും അതിന്റെ ഗന്ധം എല്ലായിടത്തും വ്യാപിക്കുന്നുണ്ട്. മഞ്ഞ പട്ടുടുത്ത് അതിൽ അരഞ്ഞാണം അണിഞ്ഞ് മനോഹരമാണ്.
മാത്രമല്ല കാലിൽ അണിഞ്ഞിരിക്കുന്നതായ സ്വർണ്ണ ചിലകകളിൽ രത്നങ്ങൾ കൊണ്ട് അതിന്റെ പ്രഭകൾ, അംശുകൾ, മുകളിലേക്ക് അതിന്റെ കിരണങ്ങൾ അങ്ങനെ ആകപ്പാടെ കതിരുകൾ ഉയർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നു. ഹേ ഈശ, അങ്ങനെയുള്ളതായ രാസകേളിക്ക് സർവാഭരണ ഭൂഷിതനായി നിൽക്കുന്ന അങ്ങയുടെ രൂപത്തിനെ ധ്യാനിക്കുന്നു. ഇതാണ് അർത്ഥം. അർത്ഥം മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടെ അന്വയം പറയാം. കേശപാശ ധൃത പിഞ്ചികാ വിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാല വനമാലികാ ലളിതം അംഗരാഗ ഘന സൗരഭം പീതചേല ധൃത കാഞ്ചികാഞ്ചിതം ഉദഞ്ചദംശുമണി നൂപുരം രാസകേളി പരിഭൂഷിതം ഈശ തവ ഹി രൂപം കലയാമഹേ. കേശപാശധൃതപിന്ദികാ വിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാ ലളിതമംഗരാഗന സൗരഭം പീതചേലധൃത കാഞ്ചികാഞ്ചിതമുദം ജദംശുമണി നൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. അതിങ്ങനെ ഇവര് തയ്യാറായി. ഭഗവാൻ ഇങ്ങനെയൊക്കെ റെഡി ആയിട്ട് എന്താണ് സ്റ്റേജിൽ കയറാൻ, എന്ത് സ്റ്റേജില്? നൃത്ത സ്റ്റേജിലേക്ക് കയറാൻ റെഡി ആയിട്ട് ഭഗവാൻ നിൽക്കുക. അപ്പൊ കൂടെ കളിക്കേണ്ടവരെങ്ങനെയായിരുന്നു എന്ന് പറയാൻ അടുത്തത്. താവദേവ കൃതമണ്ഡനേ കലിത കഞ്ചുളീക കുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ടലേ യുവതി മണ്ഡലേ ധപരിമണ്ഡലേ അന്തരാസകല സുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളം തദനുരാസകേളിമയി കഞ്ചനാഭ സമുപാദദ. ആ പദങ്ങൾ പറയാം. താവദേവ കൃതമണ്ഡനേ കലിത കഞ്ചുളീക കുചമണ്ഡലേ ഗണ്ഡലോല മണികുണ്ടലേ യുവതി മണ്ഡലേ അധ പരിമണ്ഡലേ അന്തരാ സകല സുന്ദരീയുഗളം ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനു രാസകേളിം ഐ കഞ്ചനാഭ സമുപാദദാഹ. ഇതാണ് പദങ്ങൾ. അല്ലെന്താ താമദേവ, അപ്പോഴേക്കും ഭഗവാൻ ഇങ്ങനെ രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. നമ്മൾ പ്രാർത്ഥിച്ചു. രാസകേളിക്ക് റെഡിയായിട്ട് നിൽക്കുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ രൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ രാസകേളി പരിഭൂഷിതനായിട്ട് ഭഗവാൻ എപ്പോ വന്നുവോ അപ്പോഴേക്കും താവദേവ താവത് ഏവ അപ്പ തന്നെ അഥ അനന്തരം ഉടനെ എന്നർത്ഥം. യുവതി മണ്ഡലേ യുവതികളുടെ കൂട്ടം, മണ്ഡലം കൂട്ടം, യുവതി നിരകള്. എത്ര സ്ത്രീകൾ വന്നിട്ടുണ്ടോ അവരെല്ലാവരും കൃതമണ്ഡനേ, മണ്ഡനം അലങ്കാരം, അവരൊക്കെ അലങ്കാരങ്ങൾ അണിഞ്ഞു. മാല, കമ്മല് ഒക്കെ അണിഞ്ഞ് അവരും സുന്ദരികളായിട്ട് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കലിത കഞ്ചുളീക കുജമണ്ഡലേ, വേഗം തന്നെ തന്റെ മാറിടത്തിൽ എന്താണ് മാറിടത്ത് മുലക്കച്ചയൊക്കെ കെട്ടി മനോഹരമായിട്ട് വന്നിരിക്കുകയാണ്. ഗണ്ഡലോല മണികുണ്ടലേ, അവരുടെ കവിൾത്തടങ്ങളിലും ആടുകയാണ് അത്ര അവരുടെ കാതിലുള്ളതായ ആഭരണം. നല്ല ഇറക്കത്തിലുള്ള ആഭരണം ധരിച്ചിട്ടുണ്ട്. കാതില് ആ കർണാഭരം എന്താണ് അവരുടെ കവിളിൽ വന്ന് തട്ടുകയാണ്. അങ്ങനെ ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾത്തടം. ഗണ്ഡലോല മണികുണ്ടലേ, ഗണ്ഡങ്ങളിൽ ഇളകുന്ന മണികുണ്ടലങ്ങൾ ധരിച്ചിരിക്കുകയാണ്. കാതിലാണ് കുണ്ടലങ്ങൾ, പക്ഷെ അത് കവിളിലാണ് ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ നീട്ടമുള്ള നല്ല ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിരുന്നു? പരിമണ്ഡലേ, അവരെന്ത് ചെയ്തിരുന്നു? പരിമണ്ഡലേ. അവിടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ചുറ്റ്, പരിമണ്ഡലം വട്ടത്തിൽ വന്ന് നിൽക്കുകയാണ് എല്ലാവരും. രാസകേളി എപ്പോഴും വട്ടത്തിലുള്ള കളിയാ. ആ വട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ പരിമണ്ഡലേ, അവര് വട്ടത്തിൽ വന്നങ്ങോട്ട് നിന്നപ്പോഴ് ഈ കഞ്ചനാഭ എന്ന് വിളിക്കുകയാണ്. കം എന്ന് പറഞ്ഞാൽ ജലം എന്നൊരർത്ഥം. കം എന്നുള്ള വാക്കിന് വെള്ളം എന്നർത്ഥം. കം എന്നുള്ളത് വെള്ളം, അതിൽ നിന്നും ഉണ്ടായത് കൊണ്ട് കഞ്ചം. കഞ്ചം എന്ന് പറഞ്ഞാൽ താമര. കഞ്ചനാഭ, പത്മനാഭ എന്ന് സംബോധന. താമര നാഭിയിലുള്ളവനെന്ന് കഞ്ചനാഭ. അല്ലയോ കഞ്ചനാഭ, അങ്ങ് വേറൊരു പേരും കൂടി വിളിച്ചു, ഇന്ദിരാരമണ. ഇന്ദിരാരമണ, ഇന്ദിര, ലക്ഷ്മി, കമല എന്നൊക്കെ പര്യായം.
ഇന്ദിരാരമണൻ. ആ ഇന്ദിരയ്ക്ക് രമണനായിട്ടുള്ള, ലക്ഷ്മി കണവനായിട്ടുള്ളതായ, ലക്ഷ്മി പതിയായിട്ടുള്ള ഭഗവാനെ അപ്പൊ എന്ത് ചെയ്തു? തദനു അനന്തരം സകല സുന്ദരി യുഗളം, എല്ലാ സുന്ദരികളുടെയും യുഗളത്തിൽ, രണ്ട് സുന്ദരിമാര് നടുക്കൊരു കൃഷ്ണൻ, രണ്ട് സുന്ദരിമാര് നടുക്കൊരു കൃഷ്ണൻ, അതാണ് സുന്ദരി യുഗളം. എല്ലാ സുന്ദരിമാരുടെയും മധ്യത്തിൽ, അല്ല സുന്ദരി യുഗളം എന്ന് വെച്ചാൽ രണ്ട് സുന്ദരിമാര്, അതിന്റെ അന്തര നടുവിൽ. അപ്പൊ സുന്ദരി യുഗളം അന്തര, ആ രണ്ട് സുന്ദരിമാരുടെ നടുക്കിലായിട്ട് സഞ്ചരിക്കുകയാണ്. രണ്ട് സുന്ദരിമാരുടെ ഇടയിൽ ഭഗവാൻ പോയി വരുന്നു. അങ്ങനെ മഞ്ജുളാം രാസകേളി സ്ത്രീലിംഗായതുകൊണ്ട് മഞ്ജുളാം രാസകേളിയും മനോഹരമായ ആ രാസക്രീഡയെ സമുപാധദാഹ, സം എന്ന് വെച്ചാൽ സമ്യക്, നല്ല പോലെ, ഉപാധദാഹ അനുഷ്ഠിച്ചു. എന്താണ്? അപ്പോഴേക്കും തന്നെ ഗോപതരുണിമാരൊക്കെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് തന്റെ മുലക്കച്ചകളൊക്കെ കെട്ടി കവിൾത്തടങ്ങളിൽ തട്ടി ഇളകുന്ന കർണാഭരണങ്ങളോട് കൂടിയവരായി വൃത്താകൃതിയിൽ അങ്ങോട്ട് വന്നു നിന്നപ്പോഴ് ഹേ പത്മനാഭ ലക്ഷ്മീപദേ അങ്ങ് എന്ത് ചെയ്തു? രണ്ട് സുന്ദരിമാരുടെയും ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള രാസകേളിയെ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ചു എന്ന് പറയാണ്. അല്ലെ? രാസകേളി പരിഭൂഷിതനായിട്ട് ഭഗവാൻ എപ്പോഴാണോ വന്നത്, ഒരു മിനിറ്റ് താമസിച്ചില്ല, അവരും റെഡിയായി വട്ടത്തിൽ നിന്നു. അപ്പൊ എന്റെ സകല സുന്ദരീ യുഗളം അന്തര, എല്ലാ സുന്ദരിമാരുടെ രണ്ട് സുന്ദരിമാരായി നിൽക്കുമല്ലോ, അവരുടെ ഇടയിലൂടെ എന്ത് ചെയ്യുന്നു? ആ വൃത്തത്തിന്റെ പുറത്തേക്കും അകത്തേക്കും സഞ്ചരൻ. അകത്തു കൂടെ വരും, പുറത്തേക്ക് വരും, പുറത്തു കൂടെ അകത്തേക്ക് പോകും, വീണ്ടും പുറത്തേക്ക് വരും. അങ്ങനെ എല്ലാ ഗോപികമാരുടെ രണ്ട് ഗോപികമാരുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവര് ഭഗവാൻ രണ്ട് പേരായില്ലോ. അപ്പൊ എല്ലായിടത്തും രണ്ടാണ്. ചിലപ്പോ രണ്ടല്ല കൂടുതൽ ഉണ്ടെങ്കിലോ, ചിലപ്പോ രണ്ട് സ്ത്രീകൾ നിന്നു എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? രണ്ട് സ്ത്രീകൾ ഇപ്പുറത്ത്, രണ്ട് സ്ത്രീകൾ അപ്പുറത്ത് എന്ന് വെച്ചാൽ അവരുടെ രണ്ടിലും വേണ്ടേ? അപ്പൊ വേഗം രൂപം എടുക്കും. അവരുടെ ഇടയിൽ കൂടെ, എല്ലാ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ കൂടെയാണ് ഭഗവാൻ പോയത്. രണ്ടുപേരുടെ ഇടയിലെന്ന് സഞ്ചരിക്കുകയാണ്. ഓരോ യുവതിയുടെയും ഇടയിൽ കൂടെ സഞ്ചരിച്ചു എന്ന് അർത്ഥം ചുരുക്കത്തിൽ. അതിനെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ വില്വാങ്കര സ്വാമികൾ പറഞ്ഞു, അങ്കന മാധവോ മാധവം ചന്ദ്രേണങ്കനാഹ. എന്ത് ചെയ്തു? അങ്കന ഓരോ സ്ത്രീകളുടെ ഇടയിൽ കൂടെ മാധവൻ സഞ്ചരിച്ചു അത്രേ. മാധവം ചാന്തരേണാങ്കന, മാധവനെ ഒക്കെ അങ്കനകളെ ചുറ്റി വന്നു. ഇങ്ങനെ വാസ്തവത്തില് മനോഹരമായിട്ടുള്ള നൃത്തമാണ് അത്രേ, രാസകേളിയാണ്. രാസകേളിക്ക് എപ്പോഴും റൗണ്ട് ആയിട്ടുള്ള കളിയാണ്. ആ റൗണ്ട് കളിക്ക് റെഡിയായി ഗോപികമാർക്ക് രണ്ട് ഗോപികമാരുടെ ഇടയിൽ ഭഗവാൻ സഞ്ചരിച്ച് അങ്ങനെ മനോഹരമായിട്ട് ആ ക്രീഡയെ രാസകേളിയും സമുപാദദാഹ എന്ന് പറഞ്ഞു. ആ രാസകേളിയെ നന്നായിട്ട് തന്നെ അങ്ങ് സമുപാദദാഹ വേണ്ട വിധത്തിലാണ് അങ്ങ് അനുഷ്ഠിച്ചത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അനുഷ്ഠിച്ചത് എന്ന് നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നത് നോക്കൂ. എങ്ങനെയാണെന്നറിയോ? പാദന്യാസൈഹി ഭുജവിധുദിഭിഹി സസ്മിതൈർഭ്രൂവിലാസൈഹി ഭജ്യന്മദ്യൈഹി ചലകുജപടൈഹി കുണ്ടലൈർഗണ്ഡലോലൈഹി സിദ്ധ്യന്മുഖ്യ കപരരസനാഗ്രന്ഥയ കൃഷ്ണവദ്വോ ഗായന്ത്യസ്തം തടുദൈവത മേഘചക്രേ വിരുജു. കൃഷ്ണനെ മേഘങ്ങൾക്കിടയിലെ മിന്നൽ പിണർ എന്നതുപോലെ അവര് ശോഭിച്ചു നടന്നു എന്ന് ഭാഗവതം വർണ്ണിച്ചു. എന്തായാലും ഭഗവാൻ എല്ലാ രണ്ട് ഗോപികമാരുടെ ഇടയിലും സഞ്ചരിച്ചുകൊണ്ട് മനോഹരമായി രാസകേളിയെ അനുഷ്ഠിച്ചു. താവത് ഏവ അധ യുവതി മണ്ഡലേ കൃതമണ്ഡനെ കലിത കഞ്ചുളീക കുചമണ്ഡലേ ഗണ്ഡലോല മണികുണ്ടലേ പരിമണ്ഡലേ ഐ കഞ്ചനാഭ ഇന്ദിരാരമണ തദനു സകല സുന്ദരീ യുഗളം അന്തരാ സഞ്ചരന് മഞ്ജുളാം രാസകേളിം സമുപാദധാ. അവിടെ എത്രയൊക്കെ മണ്ഡലേ എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ടോ?
യുവതി മണ്ഡലേ കുജമണ്ഡലേ മണികുണ്ടലേ പരിമണ്ഡലേ എന്ന് എത്ര പ്രാവശ്യം പ്രയോഗിച്ചു നോക്കും. താവദേവ അധ യുവതി മണ്ഡലേ കൃതമണ്ഡനെ, മണ്ഡനം അലങ്കാരം, കലിത കഞ്ചുളീക കുജമണ്ഡലേ ഗണ്ഡലോല മണികുണ്ടലേ പരിമണ്ഡലേ അയി കഞ്ചനാഭ ഇന്ദിരാരമണ തദനു സകല സുന്ദരീയുഗളം അന്തരാ സഞ്ചരന് മഞ്ജുളാം രാസകേളിം സമുപാദധാഃ. താപദേവ കൃതമണ്ഡലേ കലിത കഞ്ചുളീക കുജമണ്ഡലേ ഗണ്ഡലോല മണികുണ്ടലേ യുവതി മണ്ഡലേ ധപരിമണ്ഡലേ അന്തരാ സകല സുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭ സമുപാദദാഃ. ഇനി അടുത്ത ശ്ലോകം പറയാണ്. അപ്പൊ എന്തായി? ഇങ്ങനെ ഭഗവാൻ രാസകേളി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വാസുദേവ തവ ഭാസമാനമിഹ രാസകേളി രസസൗരഭം ദൂരദോ വികലു നാരദാഗതിദം ആകലയ്യ കുതുകാകുലാ വേഷഭൂഷണ വിലാസ പേശല വിലാസിനീ ശതസമാവൃത നാകതോ യുഗപദാഗതാ വിയതി വേഗദോധസുരമണ്ഡലീ. വാസുദേവ തവ ഭാസമാനം ഇഹ രാസകേളി രസസൗരഭം ദൂരതഃ അഭി ഖലു നാരദാഗതിദം ആകലയ്യ കുതുകാകുലാഃ വേഷഭൂഷണ വിലാസ പേശല വിലാസിനീ ശതസമാവൃതാഃ നാഗദഃ യുഗപദ് ആഗതാഃ നാഗദഃ യുഗപദ് ആഗതാ വിയതി വേഗദഃ അധ സുരമണ്ഡലി. ഒരിക്കൽ പറയട്ടെ, തിരിച്ചു പറയാം. വാസുദേവ തവ ഭാസമാനം ഇഹ രാസകേളി രസസൗരഭം ദൂരതഃ അഭി ഖലു നാരദാഗതിദം ആകലയ്യ കുതുകാകുല, വിസർഗമില്ല, കുതുകാകുല വേഷഭൂഷണ വിലാസ പേശല വിലാസിനീ ശതസമാവൃത നാഗദഃ യുഗപദ് ആഗതാ വിയതി വേഗദഃ അധ സുരമണ്ഡലി. ഞാൻ ആദ്യം വിസർഗം ചെത്തി പറഞ്ഞു, അതുകൊണ്ട് മാറ്റി പറഞ്ഞത്. യുഗം സുരമണ്ഡലി എന്ന ഏകവചനമാണ്. അപ്പൊ അതിനനുസരിച്ചെല്ലാം ഏകവചനം. സുരമണ്ഡലിയാണ് വന്നു ചേർന്നത്. സുരമണ്ഡലി എവിടെ വന്നു ചേർന്നു? ആഗത വന്നു ചേർന്നു. എവിടേക്കാ വന്നത്? വേഗത ആഗത എന്ന് പറഞ്ഞ വേഗം ഓടി വന്നു അത്രേ. എവിടുന്നാ വന്നത്? നാഗദ, നാഗം സ്വർഗലോകം, നാഗദ സ്വർഗലോകത്തിൽ നിന്നും യുഗപദ് ഒന്നിച്ച് എല്ലാവരും കൂട്ടത്തോടെ വന്നു ചേർന്നു അത്രേ. എവിടെ വന്നു ചേർന്നു അവര്? വിയതി, വിയത്ത് ആകാശം, വിയതി ആകാശത്തിൽ. അവരൊക്കെ വിയത്ത് എന്നുള്ളതിന്റെ സപ്തമി, ആകാശത്തിൽ വന്ന് നിരന്നു നിന്നു. ആരൊക്കെ? സുരമണ്ഡലി, ദേവസമൂഹം. അതിനെ ഓരോന്നായിട്ട് പറയാണ്. വാസുദേവ, ഹേ വാസുദേവ എന്ന് വിളിച്ച എല്ലാവരുടെ ഉള്ളിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ദേവ, തവ അങ്ങയുടെ, ഇഹ ഇവിടെ, ഇവിടെ യമുനാകുളിനങ്കൽ, യമുനയിലെ നദിക്കരയിലാണല്ലോ ഇവരുടെ നൃത്തം. ഭാസമാനം, അവിടെ ഭാസമാനം എന്ന് വെച്ചാൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, നന്നായിട്ട് നടക്കുന്ന രാസകേളി രസസൗരഭ, രാസകേളിയാക്കുന്ന, രാസക്രീഡയിലെ രസകേളിയാണ് അല്ലെ, ശൃംഗാരാദി രസങ്ങൾക്കാണ് പ്രാധാന്യം. അങ്ങനെ രാസകേളി രസം, ആ രാസക്രീഡയിലെ ശൃംഗാരാദി രസങ്ങളുടെ സൗരഭം എന്നുള്ളതിനോട് മണം നർത്ഥമില്ല, ഭംഗി നർത്ഥം കേട്ടാ. സൗരഭം എന്നുള്ള പദത്തിന് ഭംഗി നർത്ഥമുണ്ട്. അപ്പൊ രാസകേളി രസ സൗരഭം, ആ രാസക്രീഡയില് ശൃംഗാരാദി രസങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോഴുള്ളതായ അതിന്റെ അസാധാരണ ഭംഗിയെ ദൂരതഹാവി, വളരെ അകലത്ത് നിന്ന് തന്നെ നാരദാഗതിദം, നാരദൻ വർണ്ണിച്ച് പറഞ്ഞത് ആകലയ്യ കേട്ടിട്ട്, നാരദൻ പറഞ്ഞു കേട്ടിട്ട്, ദാ അവിടെ നടക്കുന്നു എന്ന് നാരദൻ സ്വർഗലോകത്തിൽ പോയി പറഞ്ഞു. ഉടനെ തന്നെ
കുതുകാകുലാഹ, കുതുകം കൊണ്ട് ആകുലരായി, കൗതുകം തോന്നിയവരായി, തോന്നുന്നതായ ഏകവചന പ്രയോഗിച്ച സുരമണ്ഡലി, ദേവസമൂഹം, ദേവന്മാരൊക്കെ ഉണ്ടതില്. അവർക്കൊക്കെ കൗതുകം ജനിച്ചത് കൊണ്ട് അവരൊക്കെ ഒരു കൂട്ടായിട്ട്, ഒരു സുരമണ്ഡലിയായിട്ട്, ഒരൊറ്റ ഒരു ദേവസമൂഹമായിട്ട് എങ്ങനെ വന്നു അവര്? വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശത സമാവൃത. ആ ദേവസമൂഹം വന്നത് എങ്ങനെയാ? വേഷമണിഞ്ഞു, ഭൂഷണം ആഭരണങ്ങൾ അണിയാൻ, വിലാസം ശൃംഗാരാദി ഭാവങ്ങളെ പ്രകടിപ്പിക്കുവാൻ, വിലാസിനി അതിലൊക്കെ വിദഗ്ധരായ ശതസമാവൃത. ഇങ്ങനെ ആഭരണം അണിയാനും വേഷം കെട്ടി നടക്കാനും ഭാവഭാവങ്ങളെ പ്രകടിപ്പിക്കുവാനും കഴിവുള്ളതായ ദേവലോകത്തിൽ അനേകം വനിതമാരുണ്ടല്ലോ. അങ്ങനെ വിലാസിനി ശത സമാവൃത, നൂറ്റുകണക്കിന് ആ സുന്ദരിമാരോടുകൂടി ചേർന്ന് നാഗദഹ സ്വർഗലോകത്തിൽ നിന്നും യുഗപദ് ഒന്നിച്ചു തന്നെ വിയതി ആകാശത്തിൽ, അത അനന്തരം വേഗദഹ വേഗത്തിൽ, ആഗത വന്നു ചേർന്നത് സുരമണ്ഡലിയ. ശതസമാവൃതമായിട്ടാ വന്നത്. ഏത് ശതസമാവൃതം? വിലാസിനി ശതസമാവൃത, സുന്ദരിമാരുടെ നൂറ്റുകണക്ക്. ആ സുന്ദരിമാർ എങ്ങനെയുള്ളവരാണ്? വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃത. വേഷഭൂഷണങ്ങളിലും വിലാസ ഹാവഭാവാദികളും പ്രകടിപ്പിക്കുവാൻ മെടുക്കുള്ള നൂറ് കണക്കിന് സുന്ദരിമാരോട് കൂടി ചേർന്നാണ് സുരമണ്ഡലി വന്നു ചേർന്നത്. എവിടുന്നാ വന്നത്? നാഗദഹ സ്വർഗലോകത്തിൽ നിന്ന്. എവിടെ വന്നു നിന്നു? വിയതി ആകാശത്തിൽ. അതിനെങ്ങനെയാ അവർക്ക് സാധിച്ചത്? കുതുകാകുല, കൗതുകം ഉണ്ടായി. കൗതുകം ഉണ്ടാകാൻ എന്താ കാരണം? നാരദാഗതിതം ആകലയ്യ. നാരദം പറഞ്ഞത് കേട്ടിട്ട് ദൂരതോവി, ദൂരെയുള്ളവരായിട്ടും നാരദം പറഞ്ഞത് കേട്ട് ആഗ്രഹം കൊണ്ടവരായ ദേവസമൂഹം നൂറ്റുകണക്കിന് സുന്ദരിമാരോടൊപ്പം ആകാശത്തിൽ വന്നു നിന്നു. അതാണ് അർത്ഥം. സൗരഭം എന്നുള്ളതിന് നമ്മള് മണം എന്നർത്ഥം പഠിച്ചിട്ടുണ്ട്. ഇവിടെ മനോജ്ഞകം, മനോഹാരിത എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചത് കേട്ടാ. അത് എല്ലായിടത്തും അങ്ങനെ പ്രയോഗിക്കില്ല, വളരെ റെയറായിട്ട്. സൗരഭം എന്ന് പറഞ്ഞാൽ സുഗന്ധം തന്നെയാ. ഈ സൗരഭം എന്നുള്ളത്, മനോജ്ഞകം എന്നുള്ളത് എവിടെങ്കിലൊക്കെ കാണാം, അങ്ങനെ ഗൗണമായിട്ടാണ് അതങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. ഹേ വാസുദേവ തവ ഇഹ ഭാസമാനം, ഇവിടെ ഭംഗിയായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന രാസകേളി രസ സൗരഭം, രാസക്രീഡയുടെ ആ ശൃംഗാരാദി രസം കലർന്നതായ ഭംഗിയെ ദൂരതഹാവി അകലത്തു നിന്നു തന്നെ ഖലു നാരദാഗതിതം അകലയ, നാരദൻ പറഞ്ഞു വരുന്നത് കേട്ടിട്ട് കുതുകാകുലാസുരമണ്ഡലി, കൗതുകം കൊണ്ട് ആകുലമായ ദേവസമൂഹം, വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃത, വേഷഭൂഷങ്ങളെ കൊണ്ടും ഭാവഭാവാദികളെ കൊണ്ടും സൗന്ദര്യം തുടുമ്പുന്നതായ നൂറ്റുകണക്കിന് സുന്ദരിമാരോടൊപ്പം സ്വർഗലോകത്തിൽ നിന്നും യുഗപത് പെട്ടെന്ന് തന്നെ വിയതി ആകാശത്തിൽ, അധ അനന്തരം വേഗത വേഗത്തിൽ, ആഗത വന്നു ചേർന്നു. വാസുദേവ തവ ഇഹ ഭാസമാനം രാസകേളി രസ സൗരഭം ദൂരതഹാപി ഖലു നാരദാഗതിതമാകലയ്യ കുതുകാകുല സുരമണ്ഡലി വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃത നാഗദഃ യുഗപദ് വിയതി അദവേഗദഃ ആഗദാ വാസുദേവ തവ ഭാസമാനമിഹ രാസകേ തവ ഭാസമാനമിഹ രാസകേളിരസ സൗരഭം ദൂരതോപി ഖലു നാരദാഗതിതമാകലയ്യ കുതുകാകുല വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃത നാഗദോ യുഗപദാഗദാ വിയതി വേഗദോധ സുരമണ്ഡലി. അടുത്തത് പറയാണ്, നാലാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. വേണുനാദ കൃത താന ദാന കളഗാന രാഗഗതിയോചന ലോഭനീയ മൃദുപാദ പാദകൃത താളമേളന മനോഹരം പാണി സംക്വണിത കങ്കണം ച മുഹുരം സലംഭിത കരംബുജം
ശ്രോണിബിംബചലദംബരം ഭജത രാസകേളിരസഡംബരം. എന്തൊക്കെയാണ്? വേണുനാദ കൃത താന ദാന കളഗാൻ താനദാന കളഗാന രാഗ ഗതിയോചന ലോഭനീയ മൃദുപാദ പാദ കൃത താളമേളന മനോഹരം. പാണി സംക്വണിത കങ്കണം മുഹുഹു അംസലംബിത കരാംബുജം ശ്രോണിബിംബചലദംബരം ച രാസകേളിരസഡംബരം ഭജത. ഒരിക്കൽ കൂടെ. വേണുനാദ കൃത താനദാന കളഗാനരാഗ ഗതിയോചന ലോഭനീയ മൃദുപാദ പാദ കൃത താളമേളന മനോഹരം. പാണി സംക്വണിത കങ്കണം ച മുഹുഹു അംസലംബിത കരാംബുജം ശ്രോണിബിംബചലദംബരം ഭജത രാസകേളി രസഡംബരം. ഇനി ഓരോന്നായിട്ട് നോക്കാം. വേണുനാദം അല്ലേ? ഓടക്കുഴലൂതല്. അതിന്റെ കൃതദാനം, അതിന് താനം പിടിക്കുകയാണ്, താളം. കൃതദാന ദാന എന്നാണ് പറഞ്ഞത്. അതായത് ആ വേണുനാദത്തിനൊപ്പം താളം പിടിക്കുന്ന തീരത്തിൽ അല്ലെ കളഗാന രാഗം, അല്ല ഇണക്കം ചേർത്ത് മനോഹരമായിട്ട് അതിന്റെ ഗതിയോചന അതിന് വെച്ച് ചുവട് നിൽക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഓടക്കുഴലിന് ഈണം കൂട്ടുന്ന മാതിരി മനോഹരമായി പതുക്കെ പതുക്കെ ചുവട് വെച്ച് നിൽക്കുന്ന താളമുള്ളത്. ഓരോ ചുവട് വെക്കുമ്പോഴും താളത്തോടെ വെക്കുകയാണ് ആ പാട്ടിനൊപ്പം. അങ്ങനെ വെച്ചുകൊണ്ട് മനോഹരമായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് പാണി സംക്വണിത കങ്കണം, പാണി കയ്യെ, സംക്വണിതം ശബ്ദമുണ്ടാക്കുന്നത് കങ്കണം വള, കയ്യിലിട്ട വളകൾ കിടന്ന് കുലുങ്ങുകയാണ്. അങ്ങനെയുള്ളപ്പോഴ് മുഹുഹു വീണ്ടും വീണ്ടും അംസലംബിതം, അടുത്തു നിൽക്കുന്നവന്റെ അംസം തോള്, അംസലംബിതം ആ തോളത്തെ മുഹുഹു എന്നാണ് ഇടയ്ക്കിടയ്ക്ക് അടിക്കടിക്ക് എപ്പോഴെപ്പോഴും കരാംബുജം, ആ ലംബിത കരാംബുജം എന്ന തോളത്ത് കൈത്തണ്ടകൾ ഇങ്ങനെ ഊന്നി വെച്ചു കൊടുക്കുകയാണ്. പിന്നെയോ ശ്രോണി ബിംബചലദംബരം, അരക്കെട്ടിൽ നിന്നും ശ്രോണി അരക്കെട്ട്, അതിൽ നിന്നും ശ്രോണി ബിംബ ചലദംബരം, ആ അരക്കെട്ടിൽ നിന്നും അമ്പരമുണ്ടല്ലോ വസ്ത്രം, അത് ചലിക്കുകയാണ്, ഇഴുകി പോവുകയാണ്. വസ്ത്രങ്ങള് ഇങ്ങനെ കിഴിഞ്ഞു പോകുന്നത് പോലെയുള്ള രാസകേളി രസഡംബരം, ആ രാസകേളിയുടെ രസത്തിൻ്റെതായ ഡംബരം എന്ന് വെച്ചാൽ അതിന്റെ മൂർധന്യ അവസ്ഥ. ഹേ ഭക്തന്മാരെ ഭജത ഭജിക്കുവിൻ. ഇവിടെ പറഞ്ഞു കലയാമഹേ എന്ന് ആദ്യം പറഞ്ഞു, നമുക്ക് ധ്യാനിക്കാന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു ഭജത എന്ന് ലോട്ടിൽ പറഞ്ഞു, നിങ്ങളൊക്കെ തന്നങ്ങ് അനുഭവിക്കുവിൻ എന്ന്. ഈ ഭഗവാന്റെ രാസക്രീഡയെ നിങ്ങൾ അനുഭവിക്കൂ എന്ന്. എങ്ങനെയാണ്? ലോഭനീയ മൃദുപാദ പാദകൃത, എങ്ങനെയാണ്? മനോഹരമായ ചുവടുവയ്പ്, അതിങ്ങനെ താളത്തിനൊത്ത് കാല് വയ്ക്കുക. ആ ഓടക്കുഴൽ നാദത്തിനൊപ്പമുള്ളതായ താളത്തെ കൊടുക്കുന്നത് പോലെ മൃദുലമായ പാദങ്ങളെ കൊണ്ടുള്ള ചുവടുവയ്പായിരുന്നു. ആ കാൽച്ചവിട്ടൊക്കെ താളത്തിനനുസരിച്ചും താളം തെറ്റാതെ. അങ്ങനെയുള്ള കയ്യിലെ കങ്കണങ്ങൾ ശബ്ദിക്കുന്നതും, അടിക്കടിക്ക് അടുത്തുള്ളവന്റെ തോളത്ത് കൈകൾ ഇങ്ങനെ ചാർത്തുന്നതും, അരക്കെട്ടിൽ നിന്നും കിഴിഞ്ഞു പോകുന്ന വസ്ത്രങ്ങളോട് കൂടിയതുമായിട്ടുള്ള ആ രാസകേളി എന്നുള്ളതിന്റെ മൂർധന്യാവസ്ഥയെ അല്ലയോ ഭക്തന്മാരെ ഭജതാ ഭജിക്കുവിൻ എന്ന് പറയാണ്. നമുക്കത് മനസ്സിൽ കാണാനാണ് പറയുന്നത്. രാസക്രീഡ ഭജത എന്നാണ്, ഭജിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് വാസ്തവത്തെ ഡംബരം എന്ന് പറഞ്ഞാൽ പരിപോഷം, മൂർധന്യാവസ്ഥ എന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞേ ഉള്ളൂ. അതിന്റെ എക്സ്ട്രീം നില അതാണ് പരിപോഷം. അതിനെ ഭജത കലയാമഹേ എന്നുള്ളത് പോലെ തന്നെ നമ്മൾ അതിനെ തന്നെ ഭജിക്കാൻ, ആ രൂപം ഒന്ന് ധ്യാനിച്ചോളൂ എന്ന്. എങ്ങനെയൊക്കെയുള്ളത്? വേണുഗാനത്തിന്റെ വേണുഗാനനാദത്തിന് താളം മീട്ടുന്ന തരത്തിലുള്ളതായ ആ ഗാനത്തിന്റെ രാഗത്തിനൊപ്പമുള്ളതായ ഗതിയോജനാലോപനീയം, അതിനോട് ചുവട് വെക്കുന്ന തരത്തിലുള്ള മൃദുലമായ പാദങ്ങളുടെ ചുവടുവയ്പോട് കൂടിയതും, താളമേളന മനോഹരം, താളം ചേർന്നത് കൊണ്ട് മനോഹരമായിട്ടുള്ളതും, പാണി സംക്വണിത കങ്ക, കയ്യില് അണിഞ്ഞിരിക്കുന്ന കങ്കണങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും,
ഇടക്കിടയ്ക്ക് അംസലംബിത കരാംബുജം, അടുത്ത ആളുടെ തോളിൽ വെക്കുന്ന കൈകളോട് കൂടിയതും, ക്ഷോണിബിംബ ചലദംബരം, തന്റെ അരക്കെട്ടിൽ അണിഞ്ഞ വസ്ത്രം ഇങ്ങനെ കിഴിഞ്ഞു പോകുന്നത് പോലെയുമായിരിക്കുന്ന രാസകേളി രസഡംബരം, ആ രാസകേളിയുടെ രസത്തിന്റെ മൂർധാവന്യസ്യ, അതിന്റെ പരിപോഷത്തെ ഭജത, ഭജിക്കുവിൻ. ഇതാണ് അർത്ഥം. അതായത് ഓടക്കുഴലോതി അതിന്റെ ശ്രുതി പിടിച്ചു കൊടുക്കുന്ന മധുരമായ ഗാനത്തിന്റെ ഈണം ചേർന്ന് മനോഹരമായി പതുക്കെ പതുക്കെ വെക്കുന്ന താളങ്ങൾക്ക് ചേർന്ന ചുവടുവയ്പും, അതുപോലെ തന്നെ കൈവളകൾക്കിടുന്ന് കുലുങ്ങുന്നതും, അടുത്തുള്ള ആളുടെ തോളത്ത് ഇടയ്ക്കിടെ കൈകൾ വെച്ചുകൊള്ളുന്നതും, അരക്കെട്ടിൽ നിന്നും വസ്ത്രം അഴിഞ്ഞു പോകുന്നതുമായിട്ടുള്ള രാസക്രീഡാരസത്തിന്റെ പരിപോഷതയെ നിങ്ങളൊന്ന് ഭജിച്ചു നോക്കുവിൻ എന്ന്. വേണുനാദകൃതത്താനദാനകളരാഗാനരാഗഗതിയോജനാലോഭനീയ മൃദുപാദപാദകൃതതാളമേളന മനോഹരം. പാണിസംക്വണിത കങ്കണം, മുഹുഹു അംസലംബിത കരാംബുജം, ശോണിബിംബ ചലദംബരം ച രാസകേളി രസഡംബരം ഭജത. വേണുനാദകൃതതാനദാനകളഗാനരാഗഗതിയോജന ലോഭനീയ മൃദുപാദപാദകൃതതാളമേളന മനോഹരം. പാണിസംക്വണിത കങ്കണം ച മുഹുരംസലംബിതകരാംബുജം, ശ്രോണിബിംബ ചലദംബരം ഭജത രാസകേളിരസഡംബരം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയണേ, രണ്ട് പാഠമുണ്ട്. അതിൽ ഞാൻ ഇപ്പൊ വായിക്കുന്ന പാഠം ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം സ്പർദ്ധയാ വിരചിതാനുഗാനകൃതതാരതാരമധുരസ്വരേ നർത്തനേധ ലളിതാംഗഹാരലുളിതാംഗഹാരമണിഭൂഷണേ സമ്മദേന കൃത പുഷ്പവർഷമലമുന്നിഷദ്ദിവിഷദാംകുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ സവധൂകുലം. നോക്ക്, സ്പർദ്ധയാ വിരചിതാനുഗാനകൃത താരതാര മധുരസ്വരേ നർത്തനേ അഥ ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ സമ്മദേന കൃത പുഷ്പവർഷം അലം ഉന്മിഷത് ദിവിഷദാംകുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ സവധൂകുലം. എന്ത് ചെയ്തു? ചിന്മയേ ത്വയി, അല്ലയോ ചിത് സ്വരൂപനായ ഭഗവാനെ, അങ്ങയില് നിലീയമാനമിവ ലയിച്ച പോലെ ആയിരുന്നു സമ്മുമോഹ മോഹിച്ചത്. ആര്? സവധൂകുല, ആ വധൂകുലങ്ങൾ. എന്താണ്? അവരെല്ലാവരും തന്നെ, ആ വധൂകുലങ്ങൾ മുഴുവൻ ആരുടെ? ദിവിഷദാംകുലം, ദേവവർഗവും. ആ വധുക്കളും ദേവവർഗങ്ങളും എല്ലാം അങ്ങയുടെ ഈ ജ്ഞാനസ്വരൂപനായ അങ്ങയിൽ അങ്ങോട്ട് ലയിച്ചതുപോലെ കാണപ്പെട്ടു, മോഹവിവശരായി തീർന്നു എന്ന്. ഇതില് സ്പർദ്ധയ എന്നുള്ള പദമാണ് ഞാൻ വായിച്ചത്. ചിലതില് ശ്രദ്ധയാന്ന് കാണും, പക്ഷെ സ്പർദ്ധയാണ് വേണ്ടത്. എന്താ കാരണം എന്ന് പറഞ്ഞുതരാം. സ്പർദ്ധ എന്ന് പറഞ്ഞ ഒരു തരം മത്സരമാണ്. ആ മത്സരം നമ്മള് കളികളിലൊക്കെ മത്സരം വെക്കാറുണ്ട് അല്ലെ? ആ മത്സരം എപ്പോഴും നല്ലതിനാണ്. എന്തിനാണ്? എന്റെ കേമമാവണം, എന്റെ കേമമാണെന്ന് വിചാരിച്ചതാണ്. ദുർബുദ്ധി ഇല്ല മത്സരത്തിൽ. മത്സരത്തില് കേവനാവണം എന്ന് ഓരോരുത്തരും പാർട്ടിസിപ്പന്റ് നന്നാക്കും. അതുകൊണ്ടാണ് നമ്മള് ക്രീഡാസ്പർദ്ധ എന്ന് പറയുന്നത്. അതിന്റെ പേര് ക്രീഡാ മത്സരം എന്നാണ് പറയാറ്. ഇവിടെ സ്പർദ്ധയാന്നാണ്. ഈ രാസകേളിയെ പരിപോഷിക്കാൻ ഡംബരമുണ്ടല്ലോ, ഡംബരം പരിപോഷണം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തണം. ആ രാസകേളിയുടെ പരിപോഷത്തിനായി സ്പർദ്ധയാ ഒരു തരം മത്സരം വെച്ചുകൊണ്ട് വിരചിത അനുഗാന കൃതതാര മധുരസ്വരെ ഏറ്റുപാടി അധികം ഉയരത്തിൽ പാടുകയാണ്. എന്റെ പാട്ട് നന്നാവണം, എന്റെ പാട്ട് നന്നാ, ഇത് ഈ രാസഡംബരം നന്നാവണം. അതിനുവേണ്ടി ഓരോരുത്തരും മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണ് അത്രേ. അങ്ങനെ വന്നപ്പോഴ് ലളിതം മനോഹരമായിട്ടുള്ള അംഗഹാരം എന്ന് പറഞ്ഞാൽ അംഗവിക്ഷേപം,
അംഗഹാരം എന്നുള്ള വാക്കിനർത്ഥം അംഗവിക്ഷേപം, ശരീര ചലനങ്ങൾ. അത് പേക്കൂത്തല്ല, ലളിത അംഗരാഹം, മനോഹരമായ അംഗവിക്ഷേപങ്ങൾ, കാണാൻ നന്നായിരിക്കണ്ടേ ഡാൻസ്. അപ്പൊ ലളിതമായിട്ടുള്ള അംഗവിക്ഷേപങ്ങള്. അതുകൊണ്ട് ലുളിതം, ലുളിതം എന്ന് പറഞ്ഞാല് ചുക്കിച്ചുളിഞ്ഞത്, ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞത് എന്നൊക്കെ അർത്ഥമാണ്. ലുളിത അംഗഹാരം. കഴുത്തിൽ അണിഞ്ഞ മാലകളൊക്കെ അങ്ങടിങ്ങടൊക്കെ മാറി. ഇവര് മനോഹരമായിട്ടുള്ള അംഗഭാവങ്ങളെ കാണിക്കുമ്പോഴ് ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന അംഗഹാരങ്ങളുണ്ടല്ലോ, മാലകളൊക്കെ, ആ മാലകളൊക്കെ സ്ഥാനം തെറ്റി ചെളിഞ്ഞ് ചുളിഞ്ഞ് എന്ന് പറയാൻ, ചുളിക്കാൻ പറ്റില്ലല്ലോ മാലയ്ക്ക്. അപ്പൊ എന്താണ്, ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു. അങ്ങനെ ഹാരമണിഭൂഷണി, മുത്തുമാലകളും രത്നാലങ്കാരങ്ങളും സ്ഥാനമൊക്കെ തെറ്റിപ്പോയി കുഴഞ്ഞു മറിഞ്ഞ് നർത്തനെ, ആ നൃത്തവിശേഷത്തിൽ സമ്മതേന, അത്യധിക മതം, സന്തോഷ പാരവശ്യം ചെയ്തിട്ടാണ് നൃത്തം വെക്കുന്നത്. ആ സമയത്ത് കൃത പുഷ്പവർഷം, പൂക്കൾ ഇങ്ങടെ ചൊരിയാണത്രേ ദേവലോകം. അവരെങ്ങനെ അലം ഉന്നിഷത്തിൽ എന്നാ പറഞ്ഞ, കണ്ണിമ വെട്ടാതെ നോക്കിയതാ. ദേവന്മാർക്ക് സ്വതവേ കണ്ണിമ ഇല്ല എന്നാണ് വെപ്പ് അല്ലെ. അങ്ങനെയുള്ള ദേവന്മാർ ഒന്നും കൂടി കണ്ണ് പകച്ചു വെച്ചു. എന്തിന്? ഇവരുടെ കളി അങ്ങനെ തന്നെ കണ്ണിലേക്ക് എടുക്കാൻ. അതുകൊണ്ട് അലം ഉന്നിഷത് എന്ന് പറഞ്ഞു, തികച്ചും ഒഴിച്ചു വെച്ചു കണ്ണുകള്. ആര്? സവധൂകുലം ദിവിഷതാങ്കുലം, വധൂകുലത്തോട് കൂടിയതായ ദേവകുലം. ഇപ്പൊ ദേവന്മാരും ദേവസ്ത്രീകളും എന്നർത്ഥം. സവധൂകുലം വിത്ത് വധൂകുല, ദേവകുലം, ദേവന്മാരുടെ കൂട്ടം. ദേവന്മാര് തന്റെ ഭാര്യമാരോടൊപ്പം തന്നെ, അല്ലെങ്കിൽ തന്റെ കൂടെ വന്നിരിക്കുന്ന അപ്സരസാദികളോടൊപ്പം തന്നെ ഭഗവാനെ അങ്ങോട്ട് നോക്കി നിന്നു. ആ കളി നോക്കി. എന്തിനു വേണ്ടിയിട്ടാണ് അവർ നോക്കിയതെന്നറിയോ? ചിന്മയേ ത്വയി നിലീയമാനമിവ, ജ്ഞാനസ്വരൂപനായ അങ്ങയിൽ അങ്ങോട്ട് ലയിച്ചു ചേരുന്നത് പോലെ, തന്നയത്വം പ്രാപിക്കുന്നത് പോലെ സമ്മുമോഹ, മോഹവിവശയായി തീർന്നു. അതായത് എന്റേതാവണം കേമം, എന്റേതാകണം കേമം. ഈ ബുദ്ധിക്കാണ് സ്പർദ്ധ എന്ന് പറയുക. ശ്രദ്ധ എന്നുള്ള പാഠം വെറും അഷ്ടപൂർത്തിക്ക് മാത്രമേ പറ്റൂ. ശ്രദ്ധയോടുകൂടി പാടി എന്ന് പറയണേക്കാട്ടിലും സ്പർദ്ധയോടുകൂടി പാടി എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് കൂടും കളിക്ക്, അല്ലെ? തന്റെ സെറ്റ് ജയിക്കാനായിട്ട് കൂടെയുള്ളവര് അപ്പ 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 എന്ന് പറയണത് മത്സരാണ്. ആ ഭാവം കിട്ടുമ്പോഴേ കളിക്കുന്നവർക്ക് ഊറ്റം കൂടും. അതുപോലെ ഈ രാസകേളിക്ക് മീട്ടുകൂട്ടുന്ന തരത്തിൽ എന്റെ പാട്ട് നന്നാവണം, എന്റെ പാട്ട് നന്നാവണം എന്ന് പറഞ്ഞിട്ട് ഉറക്കുറക്ക പാടിയത്രേ. എന്നിട്ടോ അവര് മനോഹരമായ അംഗവിക്ഷേപങ്ങളെ കൊണ്ട് കഴുത്തിലണിഞ്ഞ മാലകളൊക്കെ അങ്ങടും ഇങ്ങടും ഒക്കെ ചലിക്കുന്ന തരത്തില് അങ്ങനെയുള്ളതായ നൃത്തവിശേഷത്തില് സന്തോഷം കൊണ്ടുത്രേ. എന്റെ നന്നാവണം, എന്റെ നന്നാവണം എന്ന് പറഞ്ഞ ഓരോരുത്തരും പണിയുന്ന ആ നൃത്തനത്തിൽ സന്തോഷമായിട്ട് എന്ത് ചെയ്തു? സവധൂകുലം ദിവിഷതാങ്കുലം, വധുക്കളോട് കൂടിയ ദേവസമൂഹം, കൃതപുഷ്പവർഷം, പുഷ്പങ്ങളെ ചൊരിഞ്ഞുകൊണ്ട് അലമുന്മിഷത്, കണ്ണിങ്ങനെ തുറന്നു വെച്ച് നോക്കിക്കൊണ്ടിരുന്നു അത്രേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ചിന്മയേ ത്വയി നിലീയമാനം ഇവ സമൂമോഹ, ജ്ഞാനസ്വരൂപനായ അങ്ങയിൽ ലയിച്ചു ചേരുന്ന മട്ടിൽ തന്നയത്തോടു കൂടിയാണ് അത്രേ ആ ദേവലോകം അതൊക്കെ കണ്ടു മോഹിച്ചത് എന്നർത്ഥം. ഇപ്പൊ വാക്കുകൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? സ്പർദ്ധയ എന്ന് പറഞ്ഞാൽ മാത്സര്യ ബുദ്ധിയോടുകൂടി, നല്ല മാത്സര്യം കേട്ടോ, വിദ്വേഷമുള്ളതല്ല. കേമമാവണം കേമമാവണം എന്നുള്ളതായ സ്പർദ്ധ. സ്പർദ്ധയ വിരചിതം, ഉണ്ടാക്കിയതായ അനുഗാനം. ഒരാൾ പാടുമ്പോഴേക്കും വേറൊരാൾ ഏറ്റുപാടും. കൃത താര താര മധുരസ്വരെ, ഉയർത്തി ഉയർത്തി മധുരസ്വരങ്ങളോട് കൂടിയതും ലളിത അംഗഹാരം, മനോഹരമായ അംഗവിക്ഷേപങ്ങളാൽ ലുളിതാംഗഹാരം, കഴുത്തിലുള്ള ആഭരണങ്ങളൊക്കെ സ്ഥാനം തെറ്റി ചലിക്കുന്നതുമായ നർത്തനെ, ആ സന്തോഷ നൃത്തത്തിൽ സമ്മതേന, സന്തോഷത്താൽ, കൃതപുഷ്പവർഷം, കുലം എന്ന് പറഞ്ഞുകൊണ്ടാണ് വർഷം എന്ന് പറഞ്ഞത്. കൃതപുഷ്പവർഷം, പുഷ്പവർഷം ചൊരിയുന്നതായ, അലമുന്നിഷത്, കണ്ണു വിടർത്തി നിൽക്കുന്ന, നപുംസലിംഗം തന്നെ, കണ്ണു വിടർത്തി നിൽക്കുന്നതായ, സവധൂകുലം ദിവിഷതാങ്കുലം, വധുക്കളോടുകൂടി ചേർന്നതായ ആ ദേവകുലം, ചിന്മയേ ത്വയി, ചിന്മയ സ്വരൂപനായ അങ്ങയിൽ നിലീയമാനമിവ, ലയിച്ചു ചേരുന്നത് പോലെ, സമ്മുമോഹ, അവര് ലയിച്ച പോലെ താതാത്മ്യം പ്രാപിച്ചു. ഈ കളിയിൽ അങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ചു ദേവകുലം. ആ ദേവകുലത്തില് സ്ത്രീകളുമുണ്ട്. എന്താ കാരണം? സമ്മതമായിട്ട്, സന്തോഷമായിട്ട്. എന്താ അവർക്ക് സന്തോഷമായത്? ഓരോരുത്തരും എന്റെ പാട്ട് നന്നാവണം, എന്റെ ക്രീഡ നന്നാകണം എന്നുള്ള ഉത്സവത്തിൽ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ളതായ അവരുടെ ഉത്സവമായ ആ പ്രവൃത്തിയില് എന്ത് ചെയ്തു? അവരുടെ അംഗവിക്ഷേപങ്ങൾ മനോഹരമായിരുന്നു. കഴുത്തിലണിഞ്ഞ ആഭരണങ്ങളൊക്കെ സ്ഥാനം തെറ്റിപ്പോയിരുന്നു. അങ്ങനെ സന്തോഷം തോന്നിപ്പിക്കുന്നതായ നൃത്തം. ആ നൃത്തത്തെ കണ്ടിട്ടുള്ള സന്തോഷം കാരണം ഈ പുഷ്പവർഷം ചൊരിഞ്ഞ് കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന വധുക്കളോട് കൂടിയതായ ദേവകുലം എന്ത് ചെയ്തു? ചിന്മയ സ്വരൂപനായ അങ്ങയിൽ അങ്ങടെ താദാത്മ്യം പ്രാപിച്ചതുപോലെ മോഹിച്ചു. ദേവന്മാരൊക്കെ ആ കളി കണ്ട് ആസ്വദിച്ച് അങ്ങനെ ലയിച്ചു നിന്നു, തന്മയത്വത്തെ പ്രാപിച്ചു. അവരാണ് കളിക്കുന്നതെന്ന് മട്ടിൽ അല്ലെ. ഒരു കാര്യം നന്നായി എന്നാൽ നമുക്ക് അനുഭവിക്കുന്ന പോലെ തോന്നും. തന്മയത്വത്തിന് അതാണ് ഗുണം അല്ലെ. ഒരു നല്ല നാടകം എങ്ങനെ കാണികളെ ഹഠാത് ആകർഷിക്കണം, തന്നിലേക്ക് എങ്ങനെ ലയിക്കമാണ്. ആ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരണം. അവരുടെ സങ്കടം വരുമ്പോ നമ്മൾ കണ്ണീരൊഴുക്കണം. അപ്പോഴാണ് തന്മയത്വം വരൂ. ഇത് നാടകല്ലേ എന്ന് പറഞ്ഞിട്ട് തമാശയായിട്ട് നോക്കിയിരുന്നാൽ തന്മയത്വമില്ല. ആ തന്മയത്വം വരുത്താൻ അത്രയും എടുക്കട്ടെ. ഇവരുടെ കളി അത്രയും തന്മയത്വമായിരുന്നു എന്ന് നോക്കൂ. അഥ സ്പർദ്ധയാ വിരചിതാനുഗാന കൃത താര താര മധുരസ്വരേ ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ നർത്തനേ സമ്മതേന കൃത പുഷ്പവർഷം അലമുന്മിഷത്സവദൂകുലം ദിവിഷദാംകുലം ചിന്മയേ ത്വയി നിലീയമാനം ഇവ സമ്മുമോഹ. മോഹിച്ചതാരാ? ദിവിഷദകുലം, ദേവകുലം. അവരെങ്ങനെയാ? സവദൂകുലം. എങ്ങനെയാ അവർ ലയിച്ചത്? ചിന്മയേ ത്വയി നിലീയമാനം ഇവ, അങ്ങയിൽ അങ്ങോട്ട് ലയിച്ചു ചേർന്ന പോലെ മോഹിച്ചു പോയി. അവര് വേറെന്ത് ചെയ്തു? അലമുന്മിഷ, കണ്ണു നിവർത്തി പിടിച്ചിരുന്നു. പോരാ, അവര് വേറൊരു കാര്യം, കൃതപുഷ്പവർഷം, പുഷ്പവർഷം ചൊരിതു. എപ്പോഴാണ് പുഷ്പവർഷം ചൊരിച്ചത്? സമ്മതേന, സന്തോഷത്തോടു കൂടി. എന്തിലാണ് അവർക്ക് സന്തോഷം തോന്നിയത്? നർത്തനേ, നർത്തനത്തിൽ. എങ്ങനെയുള്ള നർത്തനം? ലളിതാംഗഹാര ലുളിതാംഗഹാര ഭൂഷണേ നർത്തനം. കേട്ടോ, മനോഹരമായിട്ടുള്ള അംഗവിക്ഷേപം, അംഗഹാരം. രണ്ടാമത്തെ അംഗഹാരം എന്ന് പറഞ്ഞാൽ കഴുത്തിലണിഞ്ഞ മുത്തുമാലകൾ. രണ്ടംഗഹാരത്തിനെ ഇവിടെ പ്രയോഗിച്ചു. പിന്നെ സ്പർദ്ധയ വിരചിത അനുഗാന കൃത താര താര മധുരസ്വരി. സ്പർദ്ധയോടുകൂടി ആ താളത്തിനൊത്ത് നൃത്തം വെക്കുന്നതായ അവരുടെ നർത്തനത്തിൽ മോഹിച്ച ദേവന്മാര് ആകാശത്തിൽ നിന്ന് പ്രവർത്തിച്ചൊരിഞ്ഞ് ഭഗവാന്റെ ലയിച്ചു ചേർന്നു. ആ അർത്ഥം മനസ്സിലായില്ലേ? എന്റെ അന്വയം പറഞ്ഞു, ഒരിക്കൽ കൂടെ പറയാം. അഥ സ്പർദ്ധയാ വിരചിതാനുഗാന കൃത താര താര മധുരസ്വരേ ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ നർത്തനേ സമ്മതേന കൃതപുഷ്പവർഷം അലമുന്മിഷത്സവധൂകുലം ദിവിഷദാംകുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ. സ്പർദ്ധയാ വിരചിതാനുഗാന കൃത താര താര മധുരസ്വരേ നർത്തനേധ ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ സമ്മതേന കൃതപുഷ്പവർഷമലമുന്മിഷദ്ദിവിഷദാംകുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ സവധൂകുലം. ഇനി അത്രയായി. ഇനി ഓരോരുത്തർക്ക് ദേവി ആ ഗോപസ്ത്രീകൾ എങ്ങനെയൊക്കെ ഭഗവാനോട് പെരുമാറി എന്നുള്ളത് പറയാം. നോക്കിക്കൊള്ളട്ടോ. സ്വിന്ന സന്നതനു വല്ലരീതനു കാപി നാമ പശുപങ്കന കാന്തമം സമവലംബദേ സ്മതവ താന്തിഭാരമുകുളേക്ഷണ കാചിദാചലിത കുന്തളാ നവപടീര പടീരസാരഘന സൗരഭം വഞ്ചനേന തവ സഞ്ചു ചുംബ പുജമഞ്ചുതോരു പുളകങ്കുര. സ്വിന്ന സന്ന തനുവല്ലരി തദനു കാവി നാമ പശുപാങ്കന കാന്തം അംസം അവലംബദേ സ്മ തവ താന്തിഭാരമുകുളേക്ഷണ കാചിത് ആചലിത കുന്തള നവപടീരസാരഘന സൗരഭം വഞ്ചനേന തവ സഞ്ചുചുംബ
ഭുജം അഞ്ചുതോരു പുളകാങ്കുര. അഞ്ചിതോരു പുളകാങ്കുര നോക്കിക്കോളാം. എന്താണ്? സ്വിന്ന സന്ന തനു വല്ലരി അല്ലെ? സ്വിന്ന സന്ന തനു വല്ലരി. തന്റെ നനുത്ത ശരീരം എന്ത് സിന്നമായി വിയർപ്പ് കൊണ്ട് കുളിച്ചു. അതുകൊണ്ട് സന്നമായി തളർന്നു. സിന്ന സന്നം എന്താണ്? തനുവല്ലരി. തന്റെ മനോഹരമായ വള്ളി പോലത്തെ മനോഹരമായ തന്റെ ശരീരമുണ്ടല്ലോ, അതങ്ങട് വിയർത്ത് സന്നമായി തളർന്നു പോയി, വിയർത്ത് കുളിച്ചു. അങ്ങനെ ആയിട്ടുള്ള ആരാണ്? കാപി പശുപാങ്കന നാമ, ഏതോ ഒരു ഗോപസ്ത്രീ. അവൾ എന്ത് ചെയ്തു? തവ കാന്തം അംസം. തവ ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ കാന്തം മനോഹരം. കാന്തം എന്നുള്ളതിനെ ഭർത്താവ് എന്നർത്ഥമുണ്ട് ഇവിടെ. കാന്തം മനോഹരം, അംസം തോള്. കാന്തം അംസം മനോഹരമായ തോളിനെ അവലംബദേസ്മ, അങ്ങനെ തലയും ആഴ്ച ഭഗവാനില് മുഴുവനായിട്ട് അങ്ങോട്ട് ചാഞ്ഞു. എന്താ കാരണം? വിയർത്ത് കുളിച്ച് ക്ഷീണിച്ച്, നൃത്തം കൊണ്ടേ വിയർത്ത് കുളിച്ച് ക്ഷീണിച്ച ഒരു പരവശയായി. അതുകൊണ്ട് അവൾ എങ്ങനെ? താന്തിഭാര മുകുളേക്ഷണ, തളർച്ച പൊറുക്കാൻ പറ്റാത്തത് കൊണ്ട് താന്തിഭാരം, ആ ക്ഷീണം കാരണം മുകുളേക്ഷണ, കണ്ണുകളും അടച്ചിട്ടാണ് കാന്തമംസം അവലംബദേസ്മ, മനോഹരമായ അങ്ങയുടെ തോളിനെ ആശ്രയിച്ചു നിന്നത്. തോളിൽ ചാഞ്ഞു കിടന്നു അത്രേ ഒരുത്തി. കാച്ചിത് വേറൊരുത്തി എന്ത് ചെയ്തു? ആചലിത കുന്തള, കുന്തളം തലമുടി. ആ കുന്തളമൊക്കെ അഴിഞ്ഞൊലഞ്ഞു, തലമുടി കെട്ടിവെച്ചതൊക്കെ അഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ അഴിഞ്ഞു പോയവളായിട്ട് അഞ്ചിതോരു പുളകാങ്കുര, ഭഗവാന്റെ കൂടെ കളിച്ചത് കൊണ്ട് അഞ്ചിതമാണ് മനോ. ഒരു പുളകാങ്കുര, ശരീരം മുഴുവൻ അങ്ങോട്ട് രോമാഞ്ചം കൊണ്ട് കോരിത്തരിച്ചുകൊണ്ട് നവപടീരസാരം, പുതിയ ചന്ദനച്ചാറിന്റെ ഘനസൗരഭം, നല്ല ഫ്രഷ് ആയിട്ടുള്ള മണം, അതിനെ വഹിക്കുന്നതായ തവഭുജം, അങ്ങയുടെ കയ്യിനെ വഞ്ചനേന, എന്താണ്? തല ചായ്ക്കാൻ എന്നുള്ള മട്ടിൽ അങ്ങയുടെ കയ്യിൽ ചാഞ്ഞുകൊണ്ട് വഞ്ചനേന, ആ ഒരു കാരണവും കിട്ടിയിട്ട് ചുംബിച്ചു എന്ന്. ഇതാണ് അർത്ഥം. അപ്പൊ എന്താണ് ഉണ്ടായത് വെച്ചാൽ, ഒരു പശുപാങ്കന ആകെ അങ്ങടെ ആ നൃത്തവിശേഷം കൊണ്ട് വിശർത്ത് തളർന്ന് സുന്ദരിയായ അവൾ എന്താണ് ക്ഷീണഭാരം കൊണ്ട് കണ്ണുകളും അടച്ച് അങ്ങയുടെ മനോഹരമായ തോളത്ത് തല ചായ്ച്ചു നിന്നു. വേറൊരുത്തരാകട്ടെ തന്റെ തലമുടിയൊക്കെ അഴിഞ്ഞവളായി, ആകെ ശരീരം മുഴുവൻ രോമാഞ്ചമുള്ളവളായി തീർന്ന് അപ്പോൾ പുരട്ടിയ ചന്ദനത്തിന്റെ സൗരഭം വഹിക്കുന്നതായ അങ്ങയുടെ കയ്യിനെ ആശ്രയിക്കുന്ന മട്ടിൽ തലചായ്ക്കാൻ എന്ന മട്ടിൽ വഞ്ചനേന എന്ന് പറഞ്ഞ ആ വ്യാജത്താൽ, തലചായ്ക്കുന്നു എന്ന വ്യാജത്താൽ ചുംബിച്ചു എന്നാണ് കേട്ടോ. അതായത് ഇതില് ചില പാഠങ്ങളില് ഇവിടെ അഞ്ചിതോരു പുളകാങ്കുര എന്നാണ് എന്റെ പാഠം. ചില പുസ്തകങ്ങളില് അഞ്ചുതോരു പുളകാങ്കുരം എന്ന് കാണും, അത് തെറ്റ് കേട്ടാ. അഞ്ചുതോരു പുളകാങ്കുരം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിക്കും. ഭഗവാൻ അങ്ങനെ രോമാഞ്ചകഞ്ചകിതനായിട്ടില്ല, ആയത് ഇവിടെ ദേവിയാണ്. അതുകൊണ്ട് അഞ്ചുതോരു പുളകാങ്കുര എന്ന് തന്നെയാണ് പ്രയോഗം കേട്ടാ. ചില പുസ്തകങ്ങളിൽ അഞ്ചുതോരു പുളകാങ്കുരം എന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താണ്? നവപടീരസാരഘന സൗരഭം തവ ഭുജം അഞ്ചുതോരു ഭുജകാങ്കുരം എന്നുണ്ടെങ്കിൽ രോമാഞ്ചം വന്ന് നിൽക്കുന്ന പുതിയ ചന്ദനം കൊണ്ട് അണിഞ്ഞിരിക്കുന്ന മണമുള്ള അങ്ങയുടെ കയ്യെന്നർത്ഥം. ഭഗവാൻ അങ്ങനെയുള്ളതായ ആത്മാരാമനായ ഭഗവാന് അങ്ങനെ ഒരു പുളകാങ്കുരം വരാനില്ല. അതുകൊണ്ട് പുളകാങ്കുരാന്ന് ആ ഗോപസ്ത്രീക്ക് കൊടുക്കുന്ന ഉദാഹരണമായിട്ട് മാറ്റണം. അതുകൊണ്ട് പുളകാങ്കുരം എന്നുണ്ടെങ്കിൽ അതിനെ പുളകാങ്കുരാന്നാക്കിക്കൊള്ളും കേട്ടാ. കാപി പശുപാങ്കന നാമ, ഏതോ ഒരു ഗോപസ്ത്രീ തതനു പിന്നീട് സന്നതനുവല്ലരി, വിശർത്ത് ക്ഷീണിച്ച് തന്റെ ശരീരത്തിനെ താന്തിഭാര മുകുളേക്ഷണ, ശ്രമഭാരം കൊണ്ട് ക്ഷീണിച്ച് അടച്ച കണ്ണുകളോട് കൂടിയവളായി തവ അങ്ങയുടെ കാന്തം അംസം മനോഹരമായ തോളിനെ അവലംബദേസ്മ ആശ്രയിച്ചു നിന്നു. അവൾ ഭഗവാന്റെ തോളത്ത് ചാഞ്ഞിരുന്നു ക്ഷീണം കാരണം. കാച്ചിത്
വേറൊരുത്തിയാകട്ടെ ആചലിത കുന്തള, തലമുടിയൊക്കെ അഴിഞ്ഞു വീണവളായി, അഞ്ചിതോരു പുളകാങ്കുര, എന്താണ് വല്ലാത്ത രോമാഞ്ചം അളിഞ്ഞവളായി, നവപടീരസാര ഘനസൗരഭം, പുതിയ ചന്ദനച്ചാർത്തുകൊണ്ട് നല്ല മണം മുറ്റി നിൽക്കുന്നതായ തവ ഭുജം, അങ്ങയുടെ കയ്യിനെ ആശ്രയിക്കുന്നു എന്ന മട്ടിൽ വഞ്ചനേനാണ്. അതുകൊണ്ട് അവർ വഞ്ചിച്ച് അവൾ തലയിൽ ഇങ്ങനെ ചാക്കിയാണ് അങ്ങയുടെ കയ്യിലേക്ക് എന്നുള്ള മട്ടിൽ സചുചുംബ, നല്ല പോലെ സംചുചുംബ, സമ്യക് സുചുംബ, സമ്യക് നന്നായിട്ട് അങ്ങടെ ചുംബിച്ചു എന്നാണ്. കാവി പശുപാങ്കന നാമ തദനു സിന്ന സന്നതനു വല്ലരി താന്തിഭാര മുകുളേക്ഷണ തവ കാന്തം അംസം അവലംബതേ സ്മ. കാചിത് ആചലിത കുന്തള അഞ്ചുതോരു പുളകാങ്കുര നവപടീരസാരഘന സൗരഭം തവ ഭുജം വംശനേന സംചുചുംബ. സ്വിന്ന സന്നതനു വല്ലരീതനു കാപി നാമ പശുപാങ്കന കാന്തമം സമവലംബതേ സ്മ തവ കാന്തിഭാര മുകുളേക്ഷണ. കാചിതാചലിത കുന്തളാ നവപടീരസാരഘന സൗരഭം വഞ്ചനേന തവ സഞ്ചുചുംബ ഭുജമഞ്ചുതോരു പുളകാങ്കുര. ഇനി അടുത്തത് വേറൊരുത്തൾ എന്താ ചെയ്തത് എന്ന് പറയാണ്. കാവി ഗണ്ഡഭുവി സന്നിധായ നിജ ഗണ്ഡമാകലിത കുണ്ടലം പുണ്യപൂരനിധിരന്വവാപതവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഈ നടനാന്തരേ ത്വാമവാപ്യത ദുരംഗന കിമുന സമ്മതോന്മദ ദശാന്തരം. കാവി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡം ആകുലിത കുണ്ടലം പുണ്യപൂരനിധി അന്വവാപ തവ പൂഗചർവിത രസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാം അവാപ്യ ദദുഹു അംഗനാഹ കിമു ന സമ്മതോന്മദ ദശാന്തരം. സമ്മതോന്മദ ദശാന്തരം എന്ന് ഒറ്റ വാക്ക് തന്നെയാട്ടോ, ഞാനത് തിരിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. അപ്പൊ എന്താണ്? കാവി ഒരുത്തി, അവൾ ആരാ? പുണ്യപൂരനിധി എന്ന് പറഞ്ഞു. അവളെ സുഹൃത പ്രവാഹത്തിന് ഇരിപ്പെടവാ. പുണ്യം കൊണ്ട് പൂരനിധിയാണ്, പുണ്യപ്രവാഹത്താൽ നിറഞ്ഞവളാ, സുഹൃതിനിയാണെന്നർത്ഥം. അങ്ങനെയുള്ള ഒരുത്തി എന്ത് ചെയ്തു? ആകുലിത കുണ്ടലം, കുണ്ടലങ്ങൾ ആകുലിതമായി, ആ കാതിൽ കണക്കുന്ന ആഭരണങ്ങൾ അങ്ങോട്ട് ഇളകി. നിജഗണ്ഡം, തന്റെ കവിൾത്തടം, അതിനെ ഗണ്ഡഭുവി, ഭഗവാനെ അങ്ങയുടെ കവിൾത്തടത്തിലേക്ക് സന്നിധായ ചേർത്തു വെച്ചു. ഒരുവള് തന്റെ കവിൾത്തടം ഭഗവാന്റെ കവിൾത്തടമായിട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ചു. എന്നിട്ടോ തവ പൂഗചർവിത രസാമൃതം, അങ്ങയുടെ താമ്പൂലം, ചവച്ച താമ്പൂലത്തിന്റെ രസാമൃതത്തെ അന്വവാപ, തന്റെ വായു കൊണ്ട് അനുഭവിച്ചു. അങ്കനാഹ, ഈ സ്ത്രീകള് ഇന്ദിരാവിഹൃതി മന്ദിരം, ഇന്ദിരയ്ക്ക് വിഹരിക്കാനുള്ളതായ ഇരിപ്പിടമാണ്, മന്ദിരമാണ് ഭഗവത് സ്വരൂപം. ഭുവന സുന്ദരം, ലോകത്തിന് മുഴുവന്റെ സൗന്ദര്യവുമായിട്ടുള്ള അങ്ങയെ ത്വാം, അങ്ങയെ അവാപ്യ പ്രാപിച്ചു. ഇന്ദിരയ്ക്ക് വിഹരിക്കാനുള്ളതും ലോകൈക സുന്ദരനുമായിട്ടുള്ള അങ്ങയെ പ്രാപിച്ച് നടനാന്തരേ, ഈ നടനത്തിനിടയ്ക്ക്, നടനത്തിനിടയ്ക്ക് കിമു എന്തുണ്ട്? സന്നതോന്മത, സന്തോഷം കൊണ്ടുള്ളതായ ഉന്മാദ സ്വരൂപത്തെ, ദശാന്തരം, ആ സ്ഥിതിവിശേഷത്തെ നദുഹു പ്രാപിച്ചില്ല എന്ന്. അതായത് ഒരു പുണ്യം ചെയ്തവള്, ഏതോ ഒരുവൾ തന്റെ കാതിൽ കിടന്ന് ഇളകുന്ന കുണ്ടലങ്ങൾ പ്രതിഫലിക്കുന്നതായ തന്റെ കവിൾത്തടത്തിനെ ഭഗവാന്റെ കവിളുമായിട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വായിലുള്ള ഈ ചമ്പൂല ചർവണത്തിനെ തന്റെ വായി കൊണ്ട് അങ്ങോട്ട് സ്വീകരിച്ചു. അതുപോലെ
എല്ലാ സുന്ദരിമാരും ഇന്ദിരയ്ക്ക് വിഹരിക്കാനുള്ള കേന്ദ്രമായിട്ടുള്ളതും ലോകൈക സുന്ദരനുമായിട്ടുള്ള അങ്ങയെ പ്രാപിച്ച് ഈ നടനത്തിനിടയ്ക്ക് എന്തെല്ലാം സന്തോഷ സ്വരൂപമായ സമാവസ്ഥയെയാണോ ദശാന്തരങ്ങളെയാണോ നദുഹു നേടിയില്ല എന്ന് സന്തോഷ അതിശയത്താൽ ഉന്മാദപൂർവമായ ഒരു അവസ്ഥ. അതാണ് പറഞ്ഞത് സന്നദ്ധ ഉന്നത ദശാന്തരം. സന്തോഷം കൂടുതലാകുമ്പോ രണ്ടാ ജനം തന്നെ അവർക്ക് അറിഞ്ഞുകൂടാ. ഉന്മാദമായ സ്ഥിതി അല്ലെ? ഉന്മാദം പിടിച്ച വട്ട് പിടിച്ചാ എന്താ ചെയ്യാ? ഇവര് സന്തോഷവട്ടാണ് അവർക്ക് പിടിച്ചത്. ആ സന്തോഷത്തിന്റെ ഉന്മാദാവസ്ഥയിലെ ആ നടനാന്തരി, ആ നടനത്തിന്റെ ഇടയില് എന്ത് ദശകളെയാണ് എന്തെല്ലാമാണ് ഇത് കാട്ടിക്കൂട്ടിയത് എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. അതുകൊണ്ട് അതായത് പൂർവപര അനുസന്ധാനമൊന്നും ഇല്ലാതെ ആര് കാണുമോ കേളുമോ എന്നൊന്നും പ്രശ്നമില്ല അവർക്ക്. അങ്ങനെയുള്ള അവസ്ഥാവിശേഷത്തേക്ക് അവരെത്തി. അവർക്ക് താൻ തന്നെ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ നിലയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. ആ സന്തോഷത്തിൽ അങ്ങോട്ട് മുഴുകി എന്നർത്ഥം. അപ്പൊ എന്താണ്? സുഹൃത പ്രവാഹം, സുഹൃതം അങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുക അവളിൽ. അതാണ് പുണ്യപൂരനിധി. പുണ്യം അങ്ങോട്ട് ഒഴുകി ഒഴുകി വന്നവളൊരു നിധിയായി തീർന്നിരിക്കുക. അങ്ങനെയുള്ളതായ അവൾ ആകുലിത കുണ്ടലം, കർണാഭരണങ്ങളൊക്കെ ഇളകുന്നവളായിട്ട് നിജഗണ്ഡം ഗണ്ഡഭവി സന്നിധായ തന്റെ കവിൾത്തടത്തിന്റെ ഭഗവാന്റെ കവിൾത്തടവുമായി ചോർത്തി വെച്ചുകൊണ്ട് തവ പൂകചർവിത രസാമൃതം, അങ്ങയുടെ ചവച്ച താമ്പൂലത്തിന്റെ രസത്തിനെ അന്വഭാവ അനുഭവിച്ചു. ഇപ്രകാരം അങ്കനാഹ, ഈ ഗോപസ്ത്രീകൾ മുഴുവൻ ഇന്ദിരാവിഹൃതി മന്ദിരം, ലക്ഷ്മി ദേവിക്ക് വിഹാരത്തിന് ആസ്പദമായിട്ടുള്ളതും ഭുവന സുന്ദരം, ലോകൈക സുന്ദരനുമായ ത്വാമവാപ്യ, അങ്ങയെ പ്രാപിച്ച് നടനാന്തരെ, ഈ നൃത്തത്തിന്റെ ഇടയ്ക്ക് കിമു സമ്മതോന്മത ദശാന്തരം, അതായത് സന്തോഷത്തിന്റെ ഉന്മാദാവസ്ഥയിലെത്തി. എന്തെല്ലാമാണ് അവര് അതുഹു ചെയ്തില്ല എന്ന്. സന്തോഷത്തിന്റെ ഉന്മാദാവസ്ഥയിലെത്തിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടി എന്നർത്ഥം. പുണ്യപൂരനിധി കാവി ആകുലിത കുണ്ടലം നിജഗണ്ഡം ഗണ്ഡഭുവി സന്നിധായ തവ പൂകചർവിത രസാമൃതം അന്വവാപ അങ്കനാഹ ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി ത്വാമവാപ്യ നടനാന്തരെ കിമു സമ്മതോന്മത ദശാന്തരം നദതുഹു കാവിഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ടലം പുണ്യപൂരനിധിരന്വവാപദവഭൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യതദുരംഗനാകിമുന സമ്മതോന്മത ദശാന്തരം. ഇനി അടുത്തത് പറയാണ്. ഇവരുടെ കാര്യമൊക്കെ പോട്ടെ. ആകാശത്തിൽ കണ്ട ദേവന്മാരെ പുഷ്പവർഷി ചെയ്ത് തന്നെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു. ഈ ഗോപികമാരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഭഗവാനോട് ഉന്മതാവസ്ഥയിൽ പോലെ പലതും പ്രകടിപ്പിച്ചു. ആകാശത്തിലുണ്ടായി നോക്കൂ. ഗാനമീശവിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുലാ സദസി കേവലം നൃതുരംഗനാഃ നാവിദന്നപി ച നീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. അതിൽ പറയണ ഈശ ഗാനം ഈശ വിരതം ക്രമേണ കില വാദ്യമേളനം ഉപാരതം ബ്രഹ്മസമ്മദരസാകുലാഃ സദസി കേവലം നനൃദുഃ അങ്കനാഃ ന അവിദൻ അപി ച നീവികാം കിമപി കുന്ദളീം അപി ച കഞ്ജുളീം ജ്യോതിഷാം അപി കദംബകം ദിവി വിളംബിതം കിം അപരം ബ്രുവേ. ഈശ ക്രമേണ ഗാനം വരുന്നു. കുറെ കഴിഞ്ഞ പാട്ടൊക്കെ നിലച്ചു. പാട്ട് പാടാനൊന്നും പറ്റാത്തൊരു സ്ഥിതി. പാട്ടൊക്കെ നിന്നു. വാദ്യമേളനം ഉപാരതം കില, തന്മയത്വത്തെ പ്രാപിച്ചു നിൽക്കുന്ന ദേവന്മാരുടെ വൃത്തങ്ങളും വായിച്ചിട്ടില്ല. വാദ്യമേളനങ്ങളും അവസാനിച്ചു. കേവലം അങ്കനാഹ, ഈ സ്ത്രീകൾ എങ്ങനെ? ബ്രഹ്മസമ്മത രസാകുലാഹ, ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ട് പരവശരായിട്ട് സദസി നമൃദുഹു നൃത്തം വെച്ചുകൊണ്ടേയിരുന്നു.
ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയത് കൊട്ടു നിന്നതും പാട്ടു നിന്നതൊന്നും അറിഞ്ഞില്ല. അവർ ആ ഗാനത്തിൽ മുഴുകി, അവരതിലങ്ങനെ മുഴുകി മുഴുകി നൃത്തം വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നൃത്തം വെക്കുന്ന സമയത്ത് അപിച്ച നീവികാം, ചിലപ്പോ അവരുടെ നീവിക അരയിൽ അണിഞ്ഞ വസ്ത്രമുണ്ടല്ലോ അതോ അഴിഞ്ഞേ പോയി ചിലരുടെ. കുന്തളിയും തലമുടി അഴിഞ്ഞു പോയി. കഞ്ചുളിയും മാറിടത്തിൽ അണിഞ്ഞിട്ടുള്ള ആ കച്ചയും അഴിഞ്ഞു വീണു. എന്നാലും കിമപി നാവിദൻ, അതുപോലും അവരറിഞ്ഞില്ല. ബ്രഹ്മ സന്തോഷത്തിൽ നിൽക്കുകയാണ്. സാധാരണ പറയില്ലേ, സമാധിസ്ഥനായിട്ടുള്ള ഒരുത്തന് മദ്യം കഴിച്ചവന് വസ്ത്രം അഴിഞ്ഞാൽ പോലാൽ അറിയില്ല, അതുപോലെ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും അറിയില്ല. ആ സ്ഥിതിയിലെത്തിയവരെ. അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉറന്നു പോയതോ തലമുടി അഴിഞ്ഞു വീണതോ മാറിൽ നിന്നുള്ളതായ കച്ച ഊരി വീണതോ ഒന്നും അവരറിഞ്ഞതേയില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് സമ്മതിക്കാം. ജ്യോതിഷാം കദംബകം, നക്ഷത്രക്കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ആകാശത്തില്, ആ ജ്യോതിക്കോളങ്ങൾ പോലും ദിവി ആകാശത്തില് അതിന്റെ സഞ്ചാരം മറന്നുപോയത്രേ. എന്ത് ചെയ്തു? വിളംബിതം, അവർ ആകാശത്തിൽ അങ്ങനെ തമ്പിട്ട് നിന്നു. അവരുടെ സഞ്ചാരപഥം അവർ മറന്നു. ഗാലക്സിയിൽ സഞ്ചരിക്കണ്ടേ, അതൊക്കെ അവർ മറന്നു. ആ ആകാശഗോളങ്ങൾ പോലും അവിടെ നിശ്ചേഷ്ടമായിട്ട് നിന്നു അത്രേ. കിം അപരം കിംബ്രുവേ, ഇനി എന്ത് പറയാൻ എന്നാണ് ചോദിച്ചത്. ഇനി എന്ത് പറയാം? ആകാശഗോളങ്ങൾ പോലും തമ്പിട്ട് നിന്നു. ഇതിനേക്കാളും ഉണ്ടോ പറയാൻ? എല്ലാം അതിന്റെ വ്യാപാരമൊക്കെ ഉപേക്ഷിച്ചു. എല്ലാവരും ഈ ബ്രഹ്മാനന്ദ രസത്തിൽ അങ്ങോട്ട് മുഴുകി അതിലങ്ങോട്ട് തന്മയത്വത്തോടുകൂടി സ്റ്റാൻഡ് അടിച്ച പോലെ നിന്നു എന്ന്. ഇതാണ് പറയുന്നത്. ഹേ ഈശ, ക്രമേണ ഗാനം വിരതം വാദ്യമേളനം ഉപാരതം കില കേവലം അങ്കനാഹ ബ്രഹ്മസമ്മതരസാകുലാഹ സദസി നൃദുഃ അപി ച നീവികാം കുന്തളീം കഞ്ചുളീം അപി ച കിമപി ന അവിദൻ ജ്യോതിഷാം കദംബകം അപി ദിവി വിലംബിതം അപരം കിം ബ്രുവേ. ഭഗവാനെ, ക്രമത്തിൽ പാട്ടു നിന്നു, വാദ്യമേളങ്ങൾ നിലച്ചു. എന്നിട്ടും പാട്ടും കൊട്ടുമില്ലാതെ തന്നെ ആ ഗോപികമാർ ബ്രഹ്മാനന്ദ രസത്തിൽ മുഴുകിക്കൊണ്ട് നൃത്തം വെച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, അവരുടെ വസ്ത്രം അഴിഞ്ഞതോ വാർമുടിക്കെട്ട് അഴിഞ്ഞതോ മാറിലണിഞ്ഞ കച്ച വീണതോ ഒന്നും തന്നെ അറിയുകയുണ്ടായില്ല. അങ്ങനെ സകല ജ്യോതിർഗണങ്ങളും ആകാശത്തിൽ നിശ്ചേഷ്ടരായി നോക്കി നിന്നു. പിന്നെ എന്ത് പറയാൻ? ഇതാ ഈശ ക്രമേണ ഗാനം വിരതം വാദ്യമേളനം ഉപാരതം കില കേവലം അങ്കനാഹ ബ്രഹ്മസമ്മതരസാകുലാഹ സദസി നൃദുഃ അപി ച നീവികാം കുന്തളീം കഞ്ചുളീം അപി ച കിമപി ന അവിദൻ ജ്യോതിഷാം കദംബകമപി ദിവി വിളംബിതം അപരം കിം ബ്രുവേ. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകം. മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംവൃദിത നിർമ്മലംഗ നവകർമ്മലേശ സുഭഗാത്മനാം മന്നധാ സഹന ചേതസാം പശുപയോഷിതാം സുഹൃദചോദിതസ്താവദാഗലിതമൂർത്തിരാധതിത മാരവീര പരമോത്സവാൻ. അല്ല പറയണേ, മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതഃ വിഭോ കേളി സംവൃദിത നിർമ്മലാംഗ നവകർമ്മലേശ സുഭഗാത്മനാം മന്മഥാ സഹന ചേതസാം പശുപയോഷിതാം സുകൃതചോദിതഃ താവത് ആകലിതമൂർത്തിഃ ആദധിത മാരവീര പരമോത്സവാൻ. മോദസീംനി എന്ന് പറഞ്ഞു. സീമ എന്ന് പറഞ്ഞാൽ അതിര് എന്നർത്ഥം. സീമ, സീമാനോ, സീമാനഹ എന്ന് നഗാരാന്താണ്. അതിന്റെ സപ്തമിയാണ് സീംനി. മോദസീംനി, സന്തോഷത്തിന്റെ അതിർവരമ്പ് കടന്നു.
സന്തോഷത്തിന്റെ പരാകാഷ്ഠ എന്ന് നമ്മൾ പറയുമല്ലോ, പരമാഹ്ലാദം. അല്ലെ? ഭുവനം, ഭുവനത്തിനെ മുഴുവൻ അങ്ങോട്ട് ആനന്ദ കടലിൽ അങ്ങോട്ട് തള്ളി. ഭുവനം വിലാപ്യ എന്ന് പറഞ്ഞ ലയിപ്പിച്ചിട്ട്, അതായത് ലോകത്തെയൊക്കെ പരമാഹ്ലാദത്തിൽ അങ്ങോട്ട് ലയിപ്പിച്ചു. എന്നിട്ട് വിഹാരത്തിനെ, തന്റെ ക്രീഡയെ സമാപ്യച്ച, അവസാനിപ്പിക്കുകയും ചെയ്തു. എല്ലാവരെയും അങ്ങടെ സന്തോഷത്തിന്റെ തിര തല്ലലിൽ കൊണ്ടിട്ടിട്ട് സ്വയം ക്രീഡ അവസാനിപ്പിച്ചു. എന്നിട്ടോ തദഹ, അനന്തരം വിഭോ എന്ന് വിളിക്കുകയാണ്. വിഭുവാണ്. സർവവ്യാപിത്വമുണ്ട് ഭഗവാന്, സർവ ഈശിത്വമുണ്ട് ഭഗവാന്. അതുകൊണ്ട് തന്നെ പറഞ്ഞു വിഭോ എന്ന്. വിഭോ എന്ത് ചെയ്തു? കേളി സമൃദ്ധിത, പദം ഒന്നിച്ചാണ്. കേളി സമൃദ്ധിത നിർമ്മലാംഗ നവഘർമ്മലേശ സുഭഗാത്മനാം. എന്നാൽ നിങ്ങൾക്ക് അർത്ഥറിയാം. കേളി എന്ന് പറഞ്ഞാൽ രാസകേളി, രാസക്രീഡ. കേളി സമൃദ്ധിത, ആ കേളി കൊണ്ട് അവയവങ്ങൾ അല്പാൽപ്പം എന്താണ്, ആ രാസക്രീഡയിലെ വല്ലാത്ത മർദ്ദനം, മൃദിതം, ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരിഞ്ഞമർന്നത് കൊണ്ട് എന്ത് ചെയ്തു? നിർമ്മലം, നിർമ്മലമായിട്ട് അഴുക്കില്ലാത്തതാണ്. നിർമ്മലാംഗ, അഴുക്ക് ഇവിടെ എന്താണ്? നിർമ്മലമായിട്ടുള്ളത് ഘർമ്മലേശമാണ്. ഘർമ്മം എന്ന് പറഞ്ഞാല് ചൂട് കൊണ്ടുണ്ടായ വിയർപ്പ് പൊടികൾ. അതെങ്ങനെ? നിർമ്മലാംഗം, അഴുക്കില്ലാത്ത ശരീരത്തിലെ നവകർമ്മലേശം, പുതിയതായിട്ട് വന്നതായ വിയർപ്പ് പൊടികൾ. അതായത് അതാത് അവയവങ്ങളിൽ അല്പാൽപമായിട്ട് പൊടിഞ്ഞിട്ടുള്ള വിയർപ്പ്, അതെങ്ങനെയുള്ളതാണ്? നിർമ്മലമാണ്, അഴുക്കറ്റവയായിരുന്നു. അങ്ങനെയുള്ള വിയർപ്പ് നീർത്തുള്ളികളാൽ ഘർമ്മലേശ സുഖഗാത്മനാം, സുന്ദര ഗാത്രത്തോടു കൂടിയവരായിരുന്നു അത്രേ ആ സ്ത്രീകൾ. സുന്ദര ഗാത്രിമാരായി തീർന്നവരും. പിന്നെ പറയാണ് മന്മഥാസഹന ചേതസ, മന്മദ അസഹന ചേതസ, മന്മദാസഹന ചേതസ, കാമപാരവശ്യത്തെ സഹിക്കാൻ പറ്റാത്ത മനസ്സോടുകൂടിയവരായി, താങ്ങാൻ പറ്റാത്ത മനസ്സോടുകൂടിയവരായി, അത്യധികം കാമാതുരകളായി തീർന്നവരും. അവരാരാണ്? പശുപയോഷിതാം, പശുപൻ ഗോപൻ, പശുപയോഷിത് ഗോപസ്ത്രീ, പശുപയോഷിതാം ഗോപസ്ത്രീകളുടെ സുകൃതചോദിത, സുകൃതം പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട്, ആ ഗോപസ്ത്രീകളുടെ പുണ്യത്താൽ പ്രേരിതനായിട്ട് എന്നർത്ഥം. അവരുടെ സുഹൃതത്താൽ പ്രേരിതനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഗോപസ്ത്രീകളുടെ ഒരു ഭാഗ്യേ എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം തന്നെ ആകലിതമൂർത്തി രൂപമെടുത്തു. എത്ര ഗോപസ്ത്രീകളുണ്ടോ അത്രയും രൂപമെടുത്തു. അവരുടെ മന്മഥാവേശത്താലും മറ്റും അതിനേക്കാൾ ഉപരി അവരുടെ പുണ്യം തന്നെ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ഭഗവാൻ പലതര അത്രയും തന്നെ രൂപങ്ങൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മാരവീര പരമോത്സവാൻ, മാരവീര പരമോത്സവാൻ, കാമക്രീഡാ മഹോത്സവങ്ങൾ മുഴുവൻ ആധതിത നിർവഹിച്ചു. അപ്പൊ എന്താണ് അതൊക്കെ പറയണത് നോക്ക്. ഞാൻ ആകെപ്പാടെ ഒരർത്ഥം പറഞ്ഞു, പറയാം, നോക്കിക്കോളാം. തതഹ, അനന്തരം, ഹേ വിഭോ, സർവവ്യാപിയായ ഭഗവാനെ, ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനെ എത്ര രൂപം എടുക്കാൻ എന്താ പ്രയാസം? അതുകൊണ്ടാണ് വിഭോ എന്ന് സംബോധന ചെയ്തത്. ഭുവനം, ഈ ലോകത്തെ മുഴുവൻ, മോദസീമിനി, ആ സന്തോഷത്തിന്റെ പാര അറ്റത്തിലേക്ക് വരെ, അതിന്റെ അതിർവരമ്പ് വരെ വിലാപ്യ, ലയിപ്പിച്ചു. എല്ലാവരെയും അങ്ങോട്ട് പരമാഹ്ലാദത്തിൽ അങ്ങോട്ട് മുക്കി. എന്നിട്ട് എന്ത് ചെയ്തു? വിഹൃതിം സമാപ്യച്ച്, തന്റെ ക്രീഡയെ അവസാനിപ്പിക്കുകയും ചെയ്തു. അവസാനം എന്ത് ചെയ്തു? കേളി സമൃദ്ധിത, രാസകേളി കൊണ്ട് മർദ്ദനമേറ്റത്, ശരീരം അങ്ങടെ ഞെരിഞ്ഞമർന്നത് കൊണ്ട് നിർമ്മല അംഗ നവകർമ്മ ലേശ സുഭഗാത്മന, പുതിയതായ വിയർപ്പ് പുള്ളികൾ, അഴുക്കില്ലാത്ത ആ വിയർപ്പ് പുള്ളികൾ ശരീരത്തിൽ മുഴുവൻ പൊടിഞ്ഞവരായിട്ടുള്ള ആ സുന്ദരിമാരുടെ, അവരെങ്ങനെയുള്ളവര്? മന്മത അസഹന ചേതസാം, കാമപാരവശ്യത്തെ താങ്ങാൻ പറ്റാത്ത തരത്തിൽ അത്യധികം കാമപരവശകളായി തീർന്നിരുന്ന ആ ഗോപസ്ത്രീകളുടെ, പശുപയോഷിതാം എന്നാ പറഞ്ഞത്, ഗോപസ്ത്രീകളുടെ സുകൃത ചോദിത, സുകൃതത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട്, അവരുടെ പുണ്യം കാരണമായിട്ട് എന്നർത്ഥം.
താവത് അത്രയും തന്നെ, എത്ര ഗോപസ്ത്രീകളുണ്ടോ അത്രയും തന്നെ, ആകലിതമൂർത്തി രൂപം ധരിച്ചവനായിട്ട് മാരവീര പരമോത്സവാൻ ആ കാമക്രീഡാ മഹോത്സവങ്ങൾ മുഴുവൻ ആദദിത നിർവഹിച്ചു. എന്തായി? ഭഗവാൻ അവരോടൊപ്പം എത്ര ഗോപസ്ത്രീകളുണ്ടോ അത്രയും രൂപമെടുത്തവരോടൊപ്പം കാമക്രീഡ നടത്തി എന്നാണ്. അതിന് കാരണം പറഞ്ഞു. എന്താണ്? പശുപയോഷിതാം സുഹൃതചോദിത എന്ന്. ആ ഗോപവനിതകളുടെ സുഹൃതമാണ് പ്രേരിപ്പിക്കപ്പെട്ടത്. അവരുടെ സുഹൃതം കാരണം ഭഗവാൻ പല രൂപത്തിലെടുത്ത് അവരോടൊപ്പം കാമകളി നടത്തിയത്. അവരെങ്ങനെയുള്ളവരായിരുന്നു ആ സുന്ദരികള്? അതിനാണ് പറഞ്ഞത് കേളി സമൃദ്ധിത നിർമ്മലാംഗ നവധർമ്മലേശ സുഭഗാത്മന. ആ രാസക്രീഡയിൽ ഞെരിഞ്ഞമർന്ന അവയവങ്ങളിലെ അഴുക്കില്ലാത്ത വിയർപ്പ് തുളികളോട് കൂടി സുന്ദരിമാരായി കാണപ്പെട്ടവരായിരുന്നു. മാത്രമല്ല മന്മഥാസഹന ചേതസ, മന്മഥനെ കാമദേവനെ അടക്കാൻ കഴിയാത്തത് കൊണ്ട് കാമതരളിതമായിരുന്നു അവരുടെ മനസ്സ് മുഴുവൻ. അങ്ങനെയുള്ള പശുപയോഷിത്തുകളുടെ, ആ പശുപയോഷിത്തുകൾ എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകൾ എന്നർത്ഥം. ആ ഗോപസ്ത്രീകളുടെ സുഹൃതം കാരണമായിട്ട് ഭഗവാൻ അത്രയും രൂപമെടുത്ത് അവരോടൊപ്പം കാമകേളികളെ നടത്തി. എന്തു ചെയ്തിട്ടാണ്? ആദ്യമേ പറഞ്ഞു, ഭുവനം ലോകത്തിനെ മുഴുവൻ, ഇവരെ മാത്രല്ല കാണികൾക്ക് മുഴുവൻ, അല്ലെ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ വരെ മടങ്ങാതെ നിന്നു എന്നൊക്കെ തന്നെ പറഞ്ഞത്. അങ്ങനെ ഭുവനത്തെ മുഴുവൻ മോദസീമ്നി, മോദത്തിന്റെ അതിന്റെ വ്യാപ്തിയെ പറയാണ്. മോദസീമ്നി എന്ന് വെച്ചാൽ ആഹ്ലാദത്തിന്റെ അറ്റത്ത്, അതിന്റെ അതിർവരമ്പ് വരെ. ആഹ്ലാദത്തിന് എത്ര അതിർവരമ്പുണ്ടോ അത്രയും വരെ. സീമ എന്ന് വെച്ചാൽ അതിര്. മോദസീമ്നി, ഇത്രത്തോളമാണ് ആഹ്ലാദം എന്ന് പറഞ്ഞ് വര വരച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എന്നുവെച്ചാൽ പരമ ആഹ്ലാദത്തെ മുഴുവൻ വിലാപ്യ ലയിപ്പിച്ചു. ഈ ലോകത്തെ മുഴുവൻ ആഹ്ലാദത്തിൽ അങ്ങോട്ട് മുക്കി അലതല്ലിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വിഹൃതിം സമാപ്യച്ച്, തന്റെ ക്രീഡയെ അവസാനിപ്പിച്ചിട്ടാണ് ഭഗവാൻ വീണ്ടും ആ കാമക്രീഡ കൊണ്ട് ശരീരത്തിൽ മർദ്ദനമേറ്റവർക്ക് അപ്പപ്പുള്ള വിയർപ്പ് പൊടിഞ്ഞതായ ആ സുന്ദരിമാരായിട്ടുള്ളവര്, മാത്രമല്ല അവരുടെ ഉള്ളിലുള്ള കാമവികാരം അടങ്ങാതെ ആവേശം കൊണ്ടിരിക്കുമ്പോൾ ആ പശുപയോഷിത്തുക്കളുടെ, അതായത് ഗോപസ്ത്രീകളുടെ സുഹൃതമാണോ എന്ന് തോന്നുമാറ്, സുഹൃതത്താൽ പ്രേരിതനാണോ എന്ന് തോന്നുമാറ് ഭഗവാൻ അത്രയും രൂപമെടുത്ത് അവരോടൊപ്പം കാമകേളികളെ നിർവഹിച്ചു. ഇതാണ് അർത്ഥം. ഇതിലെ വാക്കുകൾ കിട്ടാത്ത വാക്ക് വല്ലതും പറയണം. എന്തൊക്കെയാണ്? തദഹ വിഭോ ഭുവനം മോദസീമ്നി. മോദസീമ്നി എന്ന മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം, സീമ എന്ന് വെച്ചാൽ അതിര്, അതിരുവരമ്പ് വരെയുള്ള മോദം എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ആഹ്ലാദം. ആ ആഹ്ലാദത്തിൽ സീമ്നി എന്ന സപ്തമിയാണ്. ആഹ്ലാദത്തിൽ വിലാപ്യ ലയിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വിഹൃതിം സമാപ്യ, ക്രീഡയൊക്കെ അവസാനിപ്പിച്ചു. അപ്പോഴാണ് കേളി സംവൃതിത നിർമ്മലാംഘ നവധർമ്മലേശ സുഭഗാത്മന. ആ രാസക്രീഡയിൽ വല്ലാത്ത മർദ്ദനത്താൽ അതാത് അവയവങ്ങളിൽ അല്പാൽപമായി പൊടിഞ്ഞ വിയർപ്പ് കണങ്ങളോടുകൂടി സുന്ദരിയായി നിൽക്കുന്നവരും മന്മദാഹസഹന ചേതസ, കാമവികാരത്തിനെ സഹിക്കാൻ കഴിയാതെ താങ്ങാനാകാതെ ഇരിക്കുന്ന മനസ്സോടുകൂടിയവരുമായ പശുപയോഷിതാം, ആ ഗോപവ സ്ത്രീകളുടേതായ സുഹൃത ചോദിത, സുഹൃതത്താൽ പ്രേരിതനായി, അവരുടെ പുണ്യപ്രേരിതനായിട്ട് താവത്, അപ്പോഴേക്കും അങ്ങ് എന്ത് ചെയ്തു? താവതാകലിതമൂർത്തി, എത്ര ഗോപസ്ത്രീകളുണ്ടോ അത്രയും രൂപമെടുത്ത്. മറ്റേത് രണ്ട് ഗോപാങ്കന്മാരുടെ ഇടയിൽ ഒരാളായിട്ടാണ് കളിച്ചത്. ഇപ്പൊ അങ്ങനെയല്ല, ഓരോ ഗോപസ്ത്രീക്ക് ഓരോ കൃഷ്ണൻ എന്നുള്ള മട്ടിൽ മാരവീര പരമോത്സവാൻ ആദദിത, പല കാമക്രീഡാ മഹോത്സവങ്ങളെയും അങ്ങ് നിർവഹിച്ചു എന്നർത്ഥം. തദഹ വിഭോ ഭുവനം മോദസീമ്നി വിലാപ്യ വിഹൃതിം സമാപ്യ ച കേളി സമൃദിത നിർമ്മലാംഗ നവധർമ്മലേശ സുഭഗാത്മനാം. സുഭഗം എന്ന് വെച്ചാൽ മനോഹരം ട്ടോ. മന്മഥാസഹന ചേതസാം പശുപയോഷിതാം സുഹൃതചോദിത താവദാകലിതമൂർത്തി മാരവീര പരമോത്സവാൻ ആദധിത മോദസീംനി ഭുവനം വിലാപ്യ
വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംവൃതിത നിർമ്മലംഗനവഘർമ്മലേശ സുഭഗാത്മനാം മന്മഥാസഹന ചേതസാം പശുപയോഷിതാം സുഹൃതചോദിതസ്താവദാകലിത മൂർത്തിരാധദിത മാരവീര പരമോത്സവാൻ. ഇനി അടുത്തത് പറയണം. വേറെന്താ ചെയ്തത്? അടുത്ത ശ്ലോകം നോക്കൂ. കേളിഭേദ പരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭി സ്വൈരമീശനനു സൂരജാപയസി ചാരുനാമ വിഹൃതിം വ്യഥാഃ കാനനേപി ച വിസാരശീതള കിശോരമാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനീ ശതവിമോഹനം. കേളിഭേദ പരിലോളിതാഭിഹി ആദിലാളിതാഭിഹി അബലാളിഭിഹി സ്വൈരം ഈശ നനു സൂരജാപയസി ചാരു നാമ വിഹൃതിം വ്യഥാഃ കാനനേ അഭി ച വിസാരി ശീതള കിശോരമാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനീ ശതവിമോഹനം. ഇതാണ് പദങ്ങൾ. ഏതാണ്? കേളിഭേദ പരിലോളിതാഭിഹി. കേളിഭേദങ്ങള് പലതരം കേളികളാണ്, പലതരം ക്രീഡാവിശേഷങ്ങള്. അതുകൊണ്ട് തന്നെ പരിലോളിതരായി, പര്യാകുലരാക്കി തീർക്കപ്പെട്ടു. അങ്ങനെ ആകുലരായി കഴിഞ്ഞു, എല്ലാവരും പര്യാകുലരായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള അതിലാളിതാഭിഹി, ഓരോരുത്തരെയും ഓമനിച്ചു. അതിലാളിതാഭിഹി, എല്ലാവരെയും ഓമനിച്ചുകൊണ്ട്, എല്ലാവർക്കും തുല്യസ്ഥാനം നൽകിക്കൊണ്ട്, പലതരത്തിലുള്ള കളികളാൽ അവരെ പര്യാകുലകളാക്കി തീർത്തുകൊണ്ട്, എല്ലാവരെയും ഓമനിക്കപ്പെട്ടവരായിട്ട്, എല്ലാവരെയും ഒരേപോലെ ബഹുമാനിക്കപ്പെട്ടവരായിട്ട്, ഓമനിക്കുക എന്ന് പറഞ്ഞാൽ അതി ലാളിതാഭിഹി, ലാളിക്കപ്പെട്ടു, ഭഗവാനാൽ ലാളിക്കപ്പെട്ടു ഓരോരുത്തരും. അങ്ങനെയുള്ള അബലാളിഭിഹി, അബല എന്ന് പറഞ്ഞാൽ സ്ത്രീ തന്നെ, അലി എന്നുള്ളതിന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. അബലാളിഭിഹി, ആ സ്ത്രീകളാകുന്ന സുഹൃത്തുക്കള്, ആ സ്ത്രീ സുഹൃത്തുക്കളോടൊപ്പം, അല്ലെങ്കിൽ അവിടെ എന്താ പറയണ്ട, അബലന്മാരുമായി എന്ന് പറഞ്ഞാലും മതി. നനു ഈശ, ഹേ ഈശ, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഭഗവാനെ, സ്വൈരം എന്ത് ചെയ്തു? ഇങ്ങനെ അവരെയൊക്കെ ഓരോ കളികളെ കൊണ്ട് ഓരോരുത്തരെയും പര്യാകുലമാക്കി, ഓരോരുത്തരെയും ലാളിച്ചും കൊഞ്ചിച്ചും അവരുടെ മുഖം തലോടിക്കൊണ്ട്, അവരുടെ കൈ തലോടിക്കൊടുത്ത് അങ്ങനെ ആശ്വസിപ്പിച്ചവനായിട്ട് സർവ അബലകളോടൊപ്പം ഇപ്രകാരം ഹേ ജഗതീശ്വര അങ്ങ് സ്വൈരമായി എന്ത് ചെയ്തു? കുറച്ചു കഴിഞ്ഞപ്പോ ഈ കളിയൊക്കെ മനസ്സിലാക്കി നേരെ നദിയിലേക്ക് പോയി. സൂരജാ പയസി, സൂരജ സൂര്യപുത്രി യമുന എന്നർത്ഥം. സൂരജാ പയസി, ആ യമുനാ ജലത്തിൽ ചാരു മനോഹരമായിട്ട്, ചാരു നാമാണ് വളരെ ഭംഗിയായിട്ട്, വിഹൃതിം വ്യഥാഹ ക്രീഡ ആരംഭിച്ചു. വെള്ളത്തിൽ മുങ്ങി അപ്പുറം ഇപ്പുറം വെള്ളം തെളിപ്പിച്ചും തട്ടിത്തെറിപ്പിച്ചും വെള്ളം കോരി ഒഴിച്ചും അങ്ങനെ സന്തോഷം കാണിച്ചു. അപീച്ച മാത്രമാണോ? അല്ല. അപീച്ച മാത്രമല്ല, വിസാരി ശീതള, വിസാരി ശീതളമാണ്, വിസ്തൃതമായിട്ടുള്ളത്. ശീതള കിശോരമാരുതൻ, തണുപ്പുള്ളതായ മന്ദമരുതൻ. കിശോരൻ ചെറുത്, മന്ദമരുതൻ അടിച്ചു വീക്കുന്ന കാറ്റല്ല, വെള്ളത്തുള്ളികളെ വഹിച്ചുകൊണ്ട് തണുപ്പുള്ള മന്ദമാരുതൻ. ആ മന്ദമാരുതനെ കൊണ്ട് മനോഹരേ, മനോഹരമായിട്ടുള്ള, സൂന സൗരഭമയേ, സൂനം പൂവ്, പൂക്കള്, സൂന സൗരഭം പൂക്കളുടെ ഗന്ധങ്ങളെയും വഹിക്കുന്നതായ, കാനനെ കാട്ടിൽ, വിലാസിനി ശതവിമോഹനം ഈ വിലാസിനിമാരെയെല്ലാം, നൂറ്റുകണക്കിന് വിലാസിനിമാരുണ്ടല്ലോ, അവരെയൊക്കെ വിമോഹനം മോഹിപ്പിക്കുമാറ് വിലേസിത അങ്ങ് ചുറ്റിക്കറങ്ങി നടന്നു. ഈ രാസക്രീഡയൊക്കെ അവസാനിപ്പിച്ച് ഭഗവാൻ അവരോടൊപ്പം യമുനാ നദിയിൽ ഇറങ്ങി കുറെ ജലക്രീഡ ചെയ്തു എന്നാണ്. ജലക്രീഡയും ചെയ്ത ഭഗവാൻ അവിടുന്ന് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോഴോ നല്ല മന്ദമാരുതൻ, സുഗന്ധപൂരിതമായിട്ടുള്ളതായ വായു,
അതിനോടൊപ്പം കുറെ ഈ യമുനാ നദിയിലെ ജലശീകരങ്ങൾ ഉള്ളതായ കാറ്റ്. അപ്പൊ തണുപ്പുണ്ട്, മന്ദമാണ്, പൂവിന്റെ ഗന്ധവുമുണ്ട്. അങ്ങനെയുള്ളതായ ആ കാറ്റടിക്കുന്ന കാട്ടിൽ ഈ വിലാസിനിമാരോടൊപ്പം സുന്ദരിമാരോടൊപ്പം സഞ്ചരിച്ചു എന്ന്. അപ്പൊ എന്തൊക്കെ ചെയ്തു? ആദ്യം തിമിർത്ത് നൃത്തം വെച്ചു അല്ലെ, രാസക്രീഡ, ഭയങ്കരമായ കേളിയാണ് ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? അവരോടൊപ്പം രാസക്രീഡ ആദ്യം നർത്തം വെച്ചു വട്ടത്തില്. രണ്ടാമത് ഒരാളുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്ന് അകത്തേക്ക് വന്ന് നൃത്തം വെച്ചു. രണ്ടാമത് വന്നപ്പോ എന്ത് ചെയ്തു? ആകലിത മൂർത്തിക്ക് ഓരോരുത്തർക്കും ഓരോ രൂപമായിട്ട് അവരോടൊപ്പം കാമക്രീഡ നടത്തി. അതിനുശേഷമോ ജലത്തിൽ മുങ്ങി ജലക്രീഡ നടത്തി. അവസാനമോ ഇളം കാറ്റുമേറ്റ് നടക്കാനും പുറപ്പെട്ടു. ഇത്രയും നടത്തി എന്ന്. അപ്പൊ എന്തൊക്കെയാണ്? കേളിഭേദ പരിലോളിതാഭിഹി, പലതരം ക്രീഡകളാൽ പര്യാകുല ചിത്തരായിട്ടുള്ള ഒക്കെ അവർ എല്ലാം തൃതീയയിലേക്ക് കൊണ്ടുവന്നു. അതിലാളിതാഭിഹി, ഭഗവാനാൽ വളരെയധികം ഓമനിക്കപ്പെട്ടവരായ അബലാളിഭിഹി, ആ സ്ത്രീജനങ്ങളോടുകൂടി ഹേ ഈശ സ്വൈരം, അങ്ങ് സ്വൈരമായിട്ട് സൂരജാപയസി, ആ യമുനാ നദിയില് ചാരുനാമ എന്ന് പറഞ്ഞ വളരെ ഭംഗിയായിട്ട് വിഹൃതിം വ്യഥാഹ ജലക്രീഡയെയും നടത്തി. അപിച്ച മാത്രമല്ല വിസാരി ശീതള കിശോര മാരുത മനോഹരേ, കുളിർത്ത മന്ദമാരുതൻ വീശിയിട്ട് സൂന മനോഹരം, മനസ്സിനെ അപഹരിക്കുന്ന തരത്തിൽ ആ നല്ല മന്ദമാരുതൻ വീശുകയാണ്. സൂന സൗരഭമയേ, ആ പൂവിന്റെ ഗന്ധവും വഹിക്കുന്നതായ കാനനെ, കാട്ടില് വിലാസിനി ശതവിമോഹനം, ആ സുന്ദരിമാരെ മുഴുവൻ മോഹിപ്പിക്കുമാറ് വിലേസിത, വിലസിച്ചു, ചുറ്റി നടന്നു. എല്ലാ വാക്കുകൾക്ക് അർത്ഥം കിട്ടിയില്ലേ? ഒരിക്കൽ കൂടെ അതായത് പല ക്രീഡകളെ കൊണ്ടും പര്യാകുല ചിത്തരാക്കി തീർത്തതായ, അത്യധികം ലാളിച്ചതുകൊണ്ട് തന്നെ സന്തുഷ്ടരായിട്ടുള്ള ആ ഗോപസ്ത്രീകളോടൊപ്പം എല്ലാവരുമായി ഹേ ജഗദീശ്വര സ്വൈരമായി അങ്ങ് യമുനാ നദിയിൽ ജലക്രീഡയും ചെയ്തു. അതിനുശേഷം തണുത്തതും മന്ദവുമായിട്ടുള്ള വായു എല്ലായിടത്തും പ്രസരിക്കുന്നതും പൂക്കളുടെ ഗന്ധത്തെ വഹിക്കുന്നതുമായ ആ മന്ദമാരുതൻ വീശുന്നതായ യമുനാ പുളിനീ തീരത്തുള്ളതായ കാട്ടിൽ നൂറ്റുകണക്കിന് വിലാസിനിമാരോടൊപ്പം അങ്ങ് സഞ്ചരിച്ചു. ഇതാണ് അർത്ഥം. കേളിഭേദ പരിലോളിതാഭിഹി അതിലാളിതാഭിഹി അബലാളിഭിഹി നനു ഈശ സ്വൈരം സൂരജാ പയസി, സൂരജ എന്ന് വെച്ചാൽ യമുന, പയസി എന്ന് വെച്ചാൽ ജലത്തിൽ, സൂരജാ പയസി ചാരുനാമ വിഹൃതിം വ്യഥാഹ അപിച വിസാരി ശീതള കിശോരമാരുത മനോഹരേ സൂന സൗരഭമയേ കാനനെ വിലാസിനി ശതവിമോഹനം വിലേസിത. അവിടെ വ്യഥാഹ എന്ന മധ്യമപുരുഷനായിട്ട് എടുത്തു. വിലേസിത അതും ലിറ്റിലകാരത്തിലെ മധ്യമപുരുഷനായിട്ട് എടുത്തു. ആദ്യം നൃത്തം വെച്ചു, പിന്നീട് അവരോടൊപ്പം കാമകേളി നടത്തി, അതിനുശേഷം ജലക്രീഡ നടത്തി, പിന്നീട് ആ ഉപവനത്തിൽ ആത്തി. ഇത്രയും നടത്തി നടത്തും. അതായത് അവരുടെ മനസ്സിന് സന്തോഷമാകുന്ന തരത്തിലെല്ലാം ഭഗവാൻ പ്രവർത്തിച്ചു. കേളിഭേദ പരിലാളിതാഭിഹി കേളിഭേദ പരിലോളിതാഭിഹി അതിലാളിതാഭിഹി അബലാളിഭിഹി നനു ഈശ സ്വൈരം സൂരജാ പയസി ചാരുനാമ വിഹൃതിം വ്യഥാഹ അപിച വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂന സൗരഭമയേ കാനനെ വിലാസിനി ശതവിമോഹനം വിലേസിത. കേളിഭേദ പരിലോളിതാ വിരബലാളി അതിലാളിതാ വിരബലാളിഭിഹി സ്വൈരമീശനനു സൂരജാ വയസി ചാരുനാമ വിഹൃതിം വ്യഥാഹ കാനനേപി ച വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനി ശതവിമോഹനം. അവസാനത്തെ ശ്ലോകത്തിൽ പറയാണ്
കാമിനീരിതിഹി യാമിനീഷു ഖലു കാമനീയകനിധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണവം കമപി യോഗി ഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഇവിടെ നോക്കൂ, കാമിനീഹി ഇതി ഹി യാമിനീഷു ഖലു കാമനീയകനിധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണവം കമപി യോഗിഗമ്യം അനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാൻ അഭി ഇഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാ. ഇതാണ് വാക്കുകൾ. എന്താ പറഞ്ഞു നോക്കൂ. കാമിനീഹി, കാമിനിമാരെ, തന്റെ പ്രിയതമകളെ, ഇതി ഇപ്രകാരം, യാമിനീഷു രാത്രികളിൽ, യാമിനി രാത്രി എന്നർത്ഥം, യാമിനീഷു രാത്രികളിൽ, ഖലു അല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്, രാത്രികളിലൊക്കെ പല പല രാത്രികളിലും എന്നുള്ള അർത്ഥത്തിൽ, കാമനീയക നിധേ ഭഗവാനെ സംബോധന ചെയ്ത കാമനീയക നിധി, അതായത് കാമിക്കപ്പെടേണ്ടതിൽ വെച്ച് നിധിയാണ്, ഏറ്റവും അധികം കാമിക്കപ്പെടേണ്ടവൻ എന്നർത്ഥം. കാമനീയൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ ആഗ്രഹിക്കപ്പെടേണ്ടവൻ, ആഗ്രഹിക്കപ്പെടേണ്ട നിധികളിൽ വെച്ച് നിധിയായവൻ, എല്ലാവരാലും കാമിക്കത്തക്ക നിധി എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം നടത്താണ്. അപ്പൊ കാമിക്കേണ്ടവനിൽ വെച്ച് കാമിക്കേണ്ടവനായി നിന്നു. കാമനീയക നിധി, കാമിക്കത്തക്ക അവസ്ഥയ്ക്ക് നിധാനമായി തീർന്ന ഭവാൻ അങ്ങ്, ഇതി ഇപ്രകാരം, ഹി യാമിനീഷു ഖലു രാത്രികളിലെല്ലാം എന്ത് ചെയ്തു, പൂർണ്ണ സമ്മതരസാർണവം പരിപൂർണമായ തികച്ചതായ സന്തോഷരസക്കടലിൽ, അരെ യോഗിഗമ്യം കമപി യോഗിമാർക്ക് മാത്രം കിട്ടുന്ന പൂർണ്ണാനന്ദരസം, ആ പൂർണ്ണാനന്ദ രസമാവുന്ന ആ അർണവത്തിൽ, അതെ പൂർണ്ണാരസക്കടലിൽ എന്ത് ചെയ്തു, കാമിനീഹി തന്റെ പ്രിയതമമാരെ അനുഭാവയൻ അനുഭവിപ്പിച്ചുകൊണ്ട്. ഭഗവാൻ അവർക്കൊക്കെ യോഗികൾക്ക് മാത്രം സിദ്ധിക്കുന്ന ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ അങ്ങോട്ട് മുക്കിയെടുത്തു വരെ കാമിനിമാരെ ബ്രഹ്മാർണവത്തിൽ മുങ്ങിയിരിക്കുന്നവരാണ് യോഗിഗമ്യമാർ, യോഗികള്. ആ യോഗികൾക്ക് മാത്രം പ്രാപ്യമായ ആ ബ്രഹ്മാർണവത്തെ ഈ കാമിനികൾക്കും അനുഭവിപ്പിച്ചു കൊടുക്കുന്നവനായിട്ട്, അനുഭാവയൻ അനുഭവിപ്പിക്കുന്നവനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ഇഹ ഇവിടെ പശുപാങ്കനാസു പശുപ അങ്കനകളിൽ, ഗോപസ്ത്രീകളിൽ എന്ത് ചെയ്തു, ബ്രഹ്മശങ്കരമുഖാനവി ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയ ദേവന്മാരെ പോലും ബഹുമാനയൻ ബഹുമാനിപ്പിച്ചു. ആരില്, ഗോപസ്ത്രീകളുടെ അടുത്ത് ബ്രഹ്മാവിനും ശങ്കരന് പോലും ബഹുമാനം ഉണ്ടാക്കി കൊടുത്തു. എന്തൊരു ഭാഗ്യം അവർക്ക് എന്ന് പറഞ്ഞ് ഗോപസ്ത്രീകളെ കാണുമ്പോ തൊഴാന്റെ കോണമാക്കി ആരെ, ബ്രഹ്മാദി ദേവാൻ. ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയ ദേവന്മാർക്ക് പോലും എന്ത് ചെയ്തു, ബഹുമാനം ഉളവാക്കി കൊടുത്തു. ആരുടെ അടുത്ത്, ഈ ഗോപസ്ത്രീകളുടെ നേരെ ബഹുമാനമുള്ളവരാക്കി തീർത്തു. ആരെ, ബ്രഹ്മ ശങ്കരാദീൻ അഭി ബ്രഹ്മ ശങ്കരൻ തുടങ്ങിയവരെ പോലും പശുപാങ്കനാസു ഈ ഇടയ പെൺകുട്ടികളുടെ മുൻപിൽ അവരുടെ നേർക്ക് ബഹുമാനം ഉണ്ടാക്കിച്ചു കൊടുത്തു. അതായത് ബ്രഹ്മാവിനും ശങ്കരനും പോലും ഗോപസ്ത്രീകളുടെ ബഹുമാനം ഉണ്ടായി. അതുപോലെ അവരെ ബ്രഹ്മാർണവത്തിൽ അവിടെ മുക്കി അനുഭവിപ്പിച്ചില്ലേ. അങ്ങനെയുള്ള ഭക്തലോക ഗമനീയ രൂപ, ഭക്തലോകർക്കു മാത്രം പ്രാപ്യസ്ഥാനമായവനാണ് അല്ലെ. ഭക്തലോകന്മാർക്ക് മാത്രം ഗമനീയനാണ് രൂപം. ഭഗവാന്റെ രൂപസൗകുമാര്യം അവർക്ക് മാത്രമേ അറിയൂ. ഭക്തന്മാർക്ക് ചോദിച്ചാൽ ഭഗവാനെ കുറിച്ച് പറയാൻ എത്ര നാവായിരിക്കും അല്ലെ. അങ്ങനെ അവർക്ക്
മാത്രം ഗമനീയ രൂപൻ, പ്രാപിക്കാൻ പറ്റുന്ന രൂപത്തോടു കൂടിയതായ കമനീയ മനോഹരനായിട്ടുള്ള കൃഷ്ണ ഗുരുവായൂരപ്പ മാം പരിപാഹി, എന്നെ രക്ഷിച്ചാലും. ഭക്തജനങ്ങൾക്ക് മാത്രം പ്രാപ്യനായിട്ടുള്ള അങ്ങ്, സുന്ദര രൂപം പൂണ്ടവനായ അങ്ങ് കൃഷ്ണ എന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് രക്ഷിക്കൂ എന്ന്. ഇവിടെ രോഗത്തിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞില്ല. മാം പരിപാഹി, എന്നെ പരിപാഹി എന്നാ. പരി എന്ന് വെച്ചാൽ ചുറ്റുമാണ്, എല്ലാം ഓൾ റൗണ്ട് എന്നെ രക്ഷിച്ചോളൂ. പരിപാഹി എന്നാ പറഞ്ഞ, ഓൾ റൗണ്ട് ആയിട്ട് എന്നെ രക്ഷിക്കണം. ഭക്തന്മാർക്ക് മാത്രം എത്താൻ പറ്റുന്ന രൂപമാണ് അങ്ങക്ക്. എന്നാലോ സൗന്ദര്യത്തിന്റെ ധാമമാണ്. അങ്ങനെയുള്ള അങ്ങ്, ഞാനൊരു ഭക്തനല്ലേ, അതുകൊണ്ട് എന്നെ ഫുള്ളായിട്ട് പ്രൊട്ടക്ഷൻ തന്ന് രക്ഷിക്കൂ എന്ന് പ്രാർത്ഥിക്കാം. ഭക്താഗ്രഗണ്യനായ ഭട്ടതിരിപ്പാട് ഭക്തന്മാരിൽ ശ്രേഷ്ഠനാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറയാണ്, എന്താണ്, എല്ലാവരെയും അങ്ങടെ ഈ ഗോപാങ്കനമാരെ മുഴുവൻ ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ മുക്കിയെടുത്തില്ലേ, അതുപോലെ ഞാനും ഇപ്പോൾ അങ്ങയുടെ ആ രൂപസൗന്ദര്യത്തിൽ മുങ്ങിയിരിക്കുകയാണ്. കമനീയ കൃഷ്ണ, ഭക്തലോക ഗമനീയ കൃഷ്ണ എന്ന് പറയണ. ഭക്തന്മാർക്ക് മാത്രം പ്രാപ്യമായ കൃഷ്ണ, അല്ലയോ സുന്ദര രൂപം കൊണ്ട കൃഷ്ണ, നീ എന്നെ ഫുൾ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യൂ എന്ന്. പരിപാഹി, മുഴുവനായിട്ട് രക്ഷിച്ചോളൂ എന്ന്. എന്തൊക്കെ വരുന്നു? കാമനീയക നിധേ ഭവാൻ ഇതി യാമിനീഷു ഖലു യോഗിഗമ്യം കമപി പൂർണ്ണസമ്മതരസാർണവം കാമിനീഹി അനുഭാവയൻ. അവിടെ അനുഭാവയൻ ശത്രുപ്രത്യേകത്തെ പറഞ്ഞോളൂ. വേണമെങ്കിൽ സെന്റൻസ് മുഴുവനാക്കാം, അല്ലെ അവരെ മുഴുവൻ അനുഭവിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അനുഭവിപ്പിച്ചുകൊണ്ട് എന്നേ പറഞ്ഞോളൂ. അതായത് മുഴുവനാക്കാൻ പോലും കവിക്ക് പറ്റണില്ല ആ സന്തോഷത്തില്. പിന്നെ പറയണ എന്താണ്? ബ്രഹ്മശങ്കര ഇഹ പശുപാങ്കനാസു ബ്രഹ്മശങ്കര മുഖാൻ അഭി ബഹുമാനയൻ. ഈ ഇടയ പെണ്ണുങ്ങളുടെ നേരെ ബ്രഹ്മാവിനും ശങ്കരനും പോലും ബഹുമാനത്തെ ഉണ്ടാക്കിക്കൊണ്ട്, ബഹുമാനിപ്പിച്ചു എന്ന് പറയാം, അങ്ങനെ പറഞ്ഞില്ല, ബഹുമാനത്തെയും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന അല്ലയോ ഭക്തലോക ഗമനീയ രൂപ കമനീയ കൃഷ്ണ, ഭക്തന്മാർക്ക് മാത്രം പ്രപ്യസ്ഥാനമായ, ഭക്തന്മാർക്ക് പെട്ടെന്ന് തന്നെ രൂപം തിരിച്ചറിയപ്പെടുന്നവനായ അല്ലയോ സുന്ദര രൂപനായ കൃഷ്ണ, മാം പരിപാഹി, എന്നെ എല്ലാ തരത്തിലും രക്ഷിച്ചാലും. കാമനീയക നിധേ ഭവാൻ ഇതി യാമിനീഷു ഖലു യോഗിഗമ്യം കമപി പൂർണ്ണ സമ്മത രസാർണവം. മുഴുവൻ സന്തോഷത്തിന്റെ രസമുള്ളതായ സമുദ്രം, ബ്രഹ്മ സാക്ഷാത്കാരം തന്നെ, അത് യോഗിഗമ്യമാണ്. അതിനെ കാമിനീഹി അനുഭാവയൻ, തന്റെ പ്രിയതമക്കൾക്ക് അനുഭവിപ്പിച്ചു കൊടുക്കുന്നവനായിട്ട്. ഈക പശുപാങ്കനാസു ബ്രഹ്മശങ്കര മുഖാദീൻ അഭി ബഹുമാനയൻ. ഈ ഇടയപ്പെണ്ണുങ്ങളോട് ബ്രഹ്മാവിനും ശങ്കരനും പോലും ബഹുമാനം ഉണ്ടാക്കിച്ചുകൊണ്ട്, അതായത് അവർക്ക് ഇടയപ്പെൺകുട്ടികളോട് ബ്രഹ്മാവിനും ശങ്കരനും പോലും ബഹുമാനം തോന്നി. ആ തോന്നിപ്പിച്ചതും അങ്ങാണല്ലോ. അങ്ങനെയുള്ള ഭക്തലോകഗമനീയ രൂപ, ഭക്തന്മാർക്ക് മാത്രം സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് പ്രാപിക്കാൻ കഴിയുന്നവനായ കമനീയ കൃഷ്ണ, ലോകൈക സുന്ദരനായ കൃഷ്ണ, മാം പരിപാഹി, എന്നെ എല്ലാ തരത്തിലും രക്ഷിച്ചാലും. കാമിനീരിതിഹി യാമിനീഷു ഖലു കമനീയകനിധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണവം കമപി യോഗിഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. നോക്കിവിടെ ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപാങ്കനാസു എന്ന് ചേർത്ത് വായിക്കണം കേട്ടോ. പശു എന്ന് വായിച്ചിട്ട് എന്നെ പാങ്കനാസു വായിക്കരുത്, ശ്രദ്ധിക്കണം എന്ന് പറയാം. ഏതായാലും അങ്ങനെ ഭഗവാന്റെ രാസക്രീഡ എന്നുള്ളതായ രാസ പഞ്ചാധ്യായി എന്ന് പറഞ്ഞുകൊണ്ടാണ്
രാസപഞ്ചാധ്യായിയായിട്ടാണ് ഭാഗവതത്തില് വർണ്ണിച്ചിട്ടുള്ളത്. ഇവിടെ നാരായണ ഭട്ടതിരിയും 5 ദശകങ്ങളിലൂടെയാണ് ഈ രാസക്രീഡയെ വർണ്ണിച്ചത്. അതില് ഗോപികാഗീതത്തിന് മാത്രം മാറ്റം ഉണ്ടാക്കി. ഗോപികാഗീതം എന്നുള്ളതിന് മാറ്റിയിട്ട് അദ്ദേഹം ഭഗവാനെ കണ്ടപ്പോഴ ആ വൃത്തത്തില് ഭഗവാനെ കണ്ട് അവരുടെ സന്തോഷത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതി എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഏതായാലും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായ ആ രാസക്രീഡ എന്നുള്ള മഹാ അർണവത്തിൽ എല്ലാവരെയും അങ്ങോട്ട് മുക്കിയിട്ടാണ് ഒരു സന്തോഷത്തോടെ ഭഗവാൻ നീങ്ങിയത്. അങ്ങനെ ഗമനീയ രൂപനായിട്ടുള്ള ഭക്തന്മാർക്ക് ഗമനീയ രൂപനായിട്ടുള്ള കമനീയ കൃഷ്ണൻ നമ്മളെയൊക്കെ അങ്ങോട്ട് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ.